ഇപ്പോഴത്തെ ഈ പിള്ളേരുടെ എല്ലാം വായുടെ അറ്റത്തൊരു ഇഷ്ടപ്പെട്ടാലും സന്തോഷം വന്നാലും ദുഃഖം വന്നാലും ഒരു ചീത്ത വരും. മനസ്സിലായില്ലേ? ചീത്ത വരും. അങ്ങനെ ഒരു ചീത്ത പറഞ്ഞു ഒരു പയ്യൻ. എപ്പോഴാണെന്നറിയാം? അവൻ കല്യാണം കഴിഞ്ഞ്, കേൾക്കണേ, കെട്ടാറാകുന്ന പിള്ളേരെല്ലാം കേൾക്കണം. അവൻ കല്യാണം കഴിഞ്ഞ്, പ്രത്യേകിച്ച് ആൺപിള്ളേർ കേൾക്കണം. കല്യാണം കഴിഞ്ഞപ്പോൾ ഇവൻ ഭയങ്കര ഡിസിപ്ലിനാണ്, നല്ല എല്ലാം അടുക്കി പറക്കി വെക്കുന്നവനാണ്. അവൻ്റെ പെണ്ണ് കെട്ടി വന്നപ്പോൾ അവളെ ഈ ഗൗണെല്ലാം കൂടെ ഇട്ടിട്ട് പിന്നെ മാറത്തില്ലേ, അടുത്ത ഫോട്ടോഷൂട്ടിന് വേണ്ടി എല്ലാം മാറി ഇവൻ അവൻ്റെ മുറിയിലോട്ട് ചെന്നപ്പോൾ ഇവള് ഗൗണും എല്ലാം കൂടെ ഊരി അവൻ്റെ കട്ടിലേ ഇട്ടേക്കുക. എന്നിട്ട് ഇവൾ അടുത്ത് കിട്ടുകൊണ്ട് ഫോട്ടോയ്ക്ക് പോയി ചാടി ഇറങ്ങി വന്നു. അപ്പം ഇവളിങ്ങനെ കട്ടിലെ, ഇവൻ നോക്കിയപ്പം കട്ടിലെ മുഴുവൻ സാധനം, ഇവനാണ് കട്ടിലെ ഒന്നും ഇടത്തില്ല. അവളാണെങ്കിൽ കട്ടിലെ ബെഡ്ഷീറ്റ് മടക്കാത്ത പാർട്ടിയാണ്. ഇവൻ്റെ അപ്പം മിലിറ്ററിക്കാനായതുകൊണ്ട് മടക്കി വെക്കുന്ന പാർട്ടിയാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഇവൻ, നിങ്ങളെല്ലാം പറയുന്ന, നിങ്ങൾ പറയുന്നത് ഞാൻ പറയത്തില്ല, എന്നാലും സാധാരണ പിള്ളേർ പറയുന്ന എസ് കൂട്ടി ഒരു ചീത്തയില്ലേ, ടക്കെന്ന് അവൻ്റെ വായിൽ നിന്ന് വന്നു. പെണ്ണ് കേട്ടു. അവൾ വണ്ടി കയറി ഒരു ടാക്സി പിടിച്ച് അവിടെ വീട്ടിൽ പോയി. അന്ന് തന്നെ ഡിവോഴ്സായി. സെയിം ഡേയിൽ സെയിം ഈവനിങ്ങിൽ ഡിവോഴ്സായി. അതുകൊണ്ട് ചീത്ത പറയുന്ന കൊള്ളാം, പെൺപിള്ളേർ കേൾക്കരുത്. പണ്ടത്തെ പിള്ളേരെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴത്തെ പിള്ളേരെന്തോ ചെയ്യും, ഇട്ടു. എന്താ പറഞ്ഞാലും എന്തായിരിക്കണം? യോഗ്യമായിരിക്കണം. ഭാഷ യോഗ്യം, വസ്ത്രധാരണം യോഗ്യം, അപ്പിയറൻസ് യോഗ്യം. അപ്പം യോഗ്യമായത് എന്നാണ് പറയുക. അവൻ ആരാണ്? യോഗ്യൻ. അപ്പോൾ ശതാധിപൻ്റെ ഒന്നാമത്തെ ക്വാളിറ്റി അവൻ യോഗ്യനാണ്. രണ്ടാമത്തെ ക്വാളിറ്റി അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു. രണ്ടാമത്തെ ക്വാളിറ്റി എന്താ? സ്നേഹമുള്ള. ആരോട്? തൻ്റെ ജനത്തോട് സ്നേഹം എന്ന് പറഞ്ഞാൽ, തൻ്റെ ജനം എന്ന് പറഞ്ഞാൽ എന്താ? അത് നമ്മുടെ വീട്ടുകാരെ സ്നേഹിക്കണം. നമ്മുടെ ജനമാണ് ഇമ്മീഡിയറ്റ് നമ്മുടെ ജനമെന്ന് പറയുന്ന ആരെയാണ്? നമ്മുടെ വീട്ടുകാർ, നമ്മുടെ അപ്പൻ, നമ്മുടെ അമ്മ, നമ്മുടെ സഹോദരങ്ങൾ. അവരോടെന്ത് വേണം? സ്നേഹം വേണം. അപ്പനും അമ്മയും വലിയ ആളൊന്നും അല്ലെങ്കിൽ അവരെ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. ആ കൂട്ടുകാരൻ്റെ അമ്മ എന്ത് വന്നറിയാമോ? ആ ചെറുക്കൻ്റെ പപ്പ എന്ത് വന്നറിയാമോ? അതിന് പകരം നമ്മുടെ ഒരു കോന്തൻ ഒന്നും പറയല്ലേ. അപ്പനെ അമ്മയെ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. ചിലരുണ്ട് അവർ വലിയ കൂട്ടുകാരൊക്കെ ആയ ഇച്ചിരി പ്രായവ്യത്യാസമുള്ള ഇളയത്തങ്ങളെ കൂട്ടത്തില്ല, അവരെ അങ്ങ് ഒഴിവാക്കരുത്. അവർക്ക് ഭയങ്കര കോംപ്ലക്സ് ഉണ്ടാവും. പിന്നത്തേത് അനിയത്തിമാരെ അനിയന്മാരെ എന്ത് ചെയ്യരുത്? ഒഴിവാക്കരുത്. കൂട്ടുകാരെ കാണുമ്പോൾ പൊടിയാന്ന് പറയരുത്. ഇളയത്തങ്ങളെയൊക്കെ ഒഴിവാക്കരുത്. അവരെ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. അല്ലെങ്കിൽ അവർക്ക് ഭയങ്കര കോംപ്ലക്സ് ഉണ്ടാവും. വീട്ടുകാരെ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. കെട്ടി വന്ന വീട്ടുകാരെ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. കെട്ടിക്കൊണ്ട് വന്ന പെണ്ണിൻ്റെ വീട്ടുകാരെ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. അപ്പോൾ അടുത്തത് നമ്മുടെ ജനമെന്ന് പറയുന്നത് ക്രൈസ്തവരെ സംബന്ധിച്ചുള്ള എന്താ? അവരുടെ സഭയാണ്. ലവ് ഫീസ്റ്റിലെ സഭാംഗങ്ങളൊന്ന് കൈ ഉയർത്തിക്ക്. ഓക്കെ, താത്തിൻ്റെ അടുത്ത കാര്യം, ആരെ സ്നേഹിക്കണം? സഭയെ സ്നേഹിക്കണം. ദൈവദാസനെയും ഭാര്യയും കുഞ്ഞുങ്ങളെയും എന്ത് ചെയ്യണം? സ്നേഹിക്കണം. ഈ പാസ്റ്റർ എന്തൊരു പാസ്റ്റർ, ആ പാസ്റ്റർ നല്ല പാസ്റ്റർ എന്ന് ഒരിക്കലും ചിന്തിക്കരുത്. അവരെ വെറുക്കണ്ട. പക്ഷേ തൻ്റെ ജനത്തെ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. നമ്മുടെ ജനത്തെ നമ്മൾ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. സ്തോത്രം ചെയ്തേ. ഞാൻ നിങ്ങളുടെ കൂടെ സഭയെ വരട്ടേന്ന് ചോദിക്കുമ്പോൾ, എൻ്റെ പൊന്നെ, എനിക്ക് പറ്റിയ അബദ്ധം നിനക്ക് പറ്റില്ലെന്ന് പറയുന്ന വിശ്വാസികളെ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്കോ പറ്റിപ്പോയി, നിനക്കോ പറ്റരുത്. ഞാനിപ്പോൾ മാറിയ എങ്ങനെയാണെന്നും വെച്ചുകൊണ്ടാണ് അവിടെ അങ്ങ് പോകുന്നേ എന്ന് പറയുന്ന വിശ്വാസികൾ എവിടെ ചെന്നാലും ശരിയാകത്തില്ല. നിൽക്കുന്നിടത്തെ പ്രസ്ഥാനത്തെ, സമൂഹത്തെ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. എല്ലാവരും പറഞ്ഞേ, സ്നേഹിക്കണം. ആരെ? സഭയെ സ്നേഹിക്കണം. വേണ്ടേ? വേണം. സ്തോത്രം ചെയ്തേ. തൻ്റെ ജനത്തെ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. എല്ലാവരും കരം കൂട്ടിത്ത് ഒന്ന് പറഞ്ഞ്, ഒന്ന് യോഗ്യമായിട്ടൊക്കെ നടക്കണമെന്ന് പറ. ചുമ്മാ ഇപ്പം പറയാൻ പറ്റിയ അവസരമാണ്. അങ്ങനെ അയോഗ്യമായിട്ടൊക്കെ ചുമ്മാ അങ്ങ് പറഞ്ഞോണം കേട്ടോ. യോഗ്യമായിട്ടൊക്കെ നടക്കണം. ആർക്കെങ്കിലും ഒരു കൊട്ടു കൊടുക്കണം, ഇപ്പം കൊടുത്തോ. വേണേ ഒന്ന് ഓടി കിടന്ന് കൊടുത്താലും കുഴപ്പമില്ല. എടാ കൊച്ചനെ എങ്ങനെ നടക്കണം? യോഗ്യമായിട്ടൊക്കെ നടക്കണം. രണ്ട്, എന്തോ ചെയ്യണം? ജനത്തെ, ചേട്ടൻ അനിയത്തിയെ മൈൻഡ് ചെയ്തില്ലെങ്കിൽ പറഞ്ഞേക്കണം, എടാ തൻ്റെ ജനത്തെ എന്ത് ചെയ്യണം?
നീ കൂട്ടുകാരെ കാണുമ്പോൾ നമ്മളെ ഒരുമാതിരി ഒഴിവാക്കല്ലേ. കൂട്ടുകാരെല്ലാം അങ്ങ് പോവും. അവസാനം ആരേ കാണത്തുള്ളൂ? ഞാനേ കാണത്തുള്ളൂ. അതുകൊണ്ട് തൻ്റെ ജനത്തെ എന്ത് ചെയ്യണം? രണ്ട്, സഭയെ എന്ത് ചെയ്യണം? പറഞ്ഞേ, പറ. ഈ കൂട്ടായ്മ വരികയാണെങ്കിൽ മര്യാദയ്ക്ക് ഞങ്ങളെ സ്നേഹിക്കണമെന്ന് പറ. അങ്ങനെയുള്ളവരെ കൂട്ടായ്മ വരിക. സഭയെ എന്ത് ചെയ്യണം? കുറവില്ലാത്ത ഒരു സഭയുടെ പേര് പറഞ്ഞേ. കുറവില്ലാത്ത ഒരു പാസ്റ്ററുടെ പേര് പറഞ്ഞേ. കുറവില്ലാത്ത ഒരു പാസ്റ്ററുടെ പേര് പറയാമോ? നമ്മുടെ പാസ്റ്റർ, എല്ലാ പാസ്റ്റർക്കും അതിൻ്റെതായ എന്ത് വരും? നിങ്ങളുടെ പാസ്റ്റർ നല്ല പാസ്റ്റർ, എന്നാലും കുറവ് വരും. അപ്പോഴും നമ്മൾ സ്നേഹം എന്ന് പറയുന്നത് അൺകണ്ടീഷനല്ല. അതെപ്പോഴും ഓർത്തോണം. സ്നേഹം എന്താ? ഈസ് ഇറ്റ് കണ്ടീഷണൽ ഓർ അൺകണ്ടീഷണൽ? അൺകണ്ടീഷണൽ. ദാറ്റ് ഈസ് വാട്ട് ഈസ് അഗാപ്പെ. കുറവുകളുണ്ടെങ്കിലും സ്നേഹിക്കാൻ കഴിയുന്നതിൻ്റെ പേരാണ് എന്ത്? അഗാപ്പെ, സ്നേഹം. ഞാൻ എൻ്റെ ജനത്തെ എന്ത് ചെയ്യുന്നു? സ്നേഹിക്കുന്നു. എനിക്ക് വ്യക്തിപരമായ ഒത്തിരി വിയോജിപ്പുകൾ പല കാര്യങ്ങളോടുണ്ട്. ഞാൻ രാഷ്ട്രീയക്കാരനല്ല. ബേസിക്കലി ഐ എം നോട്ട് എ പൊളിറ്റീഷ്യൻ. ഞാനൊരു പാസ്റ്ററാണ്. പക്ഷേ കൂടെ പാർട്ടി മാറുന്നവരെ എനിക്കിഷ്ടമില്ല. ഇന്ന് 3 വട്ടം സീറ്റ് കിട്ടും, 4 വട്ടം കൊടുത്തു, 5ാമത്തെ വട്ടം കൊടുക്കാത്തപ്പം പാർട്ടി മാറുന്നവൻ പാർട്ടിക്കാരനല്ല, നീചനാ, കാലുവാരിയാ, അവസരവാദിയാ, സ്ഥാനമോഹിയാ. പ്രസ്ഥാനത്തെ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. കൊണ്ട് നടന്ന് ഇത്രയും വെട്ടും വലുതാക്കി. ഞാനൊരു ബന്ധക്കോസുകാരനാണ്. ഞാൻ ന്യൂ ഇന്ത്യ ദിവസവരെ ശുശ്രൂഷകനാണ്. നിൽക്കുന്നിടത്തോളം കാലം ആ പ്രസ്ഥാനത്തെ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. മനസ്സിലാകുന്നില്ലേ? അപ്പം തൻ്റെ ജനത്തെ എന്ത് ചെയ്യണം? പ്രാദേശിക സഭയോട് എന്ത് വേണം? സ്നേഹം വേണം. അപ്പോൾ ഒന്നാമത്തെ ക്വാളിറ്റി അവൻ ആരാണ്? യോഗ്യനാണ്. രണ്ടാമത്തെ ക്വാളിറ്റി തൻ്റെ ജനത്തെ എന്ത് ചെയ്യും? സ്നേഹിക്കുന്നവനാണ്. ചില പറയത്തില്ല, വീട്ടുകാരെ സ്നേഹിക്കത്തില്ല, നാട്ടുകാരെ എല്ലാം എന്ത് ചെയ്യും? സ്നേഹിക്കും. നാട്ടുകാരെ സ്നേഹിക്കരുതെന്ന് വേദോസം പറഞ്ഞോ? ഇല്ല. പക്ഷെ ആരുകാരെ സ്നേഹിക്കണം? വീട്ടുകാരെ സ്നേഹിക്കണം, തന്നെ സ്നേഹിക്കണം. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറയുന്നൊരു വാക്കുണ്ട്, നിന്നെപ്പോലെ നിൻ്റെ. അപ്പോൾ നമുക്ക് ആരോട് സ്നേഹം വേണം? അല്ല, നിന്നോടൊരു സ്നേഹം വേണം. സ്വന്തമായിട്ടൊരു സ്നേഹം വേണം. സ്വന്തമായിട്ട് സ്വയത്തെ വെറുക്കുന്നവൻ ഒരിക്കലും ആരെയും എന്ത് ചെയ്യാനൊക്കത്തില്ല? സ്നേഹിക്കാനൊക്കത്തില്ല. നമ്മളോട് നമുക്ക് എന്ത് വേണം? സ്നേഹം വേണം. നമ്മളെ സ്നേഹിക്കണം. ആരെ? നമ്മളെ. ചുമ്മാ കണ്ണാടിക്ക് മുമ്പിലൊക്കെ പോയി എന്ന് പറയണം, ഞാൻ എന്തൊരു സുന്ദരനാണേ, വട്ടാന്ന് ആരും കേൾക്കരുത്. അങ്ങനെ ഞാൻ നല്ല സുന്ദരിയാണ് കേട്ടോ. ഞാൻ ഇന്ന് കൊച്ചിൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുത്തു. അവളെ ബ്ലാക്ക് പാൻറ്റ് ബ്ലാക്ക് ഷർട്ടും ഒക്കെ ഇട്ട് വന്നപ്പോൾ ഞാൻ എൻ്റെ വൈഫിനെ വിളിച്ച് പറഞ്ഞു, കമാൻഡോയെ കെട്ടി ഇവളെ കൊണ്ടുപോവാ. എന്ത് സ്റ്റൈലാണെന്നറിയോ അവൾ. അല്ല, അപ്പം എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. അപ്പം നമ്മളെ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. പറഞ്ഞ് നമ്മളെ സ്നേഹിക്കണം. നമ്മൾ മോശപ്പെട്ട കാര്യമാണോ? ആണോ? അല്ല. ആരുടെ സൃഷ്ടിയാണ്? ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. യുണീക്കാണ്. വി ആർ യുണീക്ക്ലി ക്രിയേറ്റഡ്. അത് തന്നെയല്ല, ഈ 24 വരാനായിട്ട് കാരണം ദൈവമാണ്. നമ്മുടെ വീട്ടിൽ നമ്മളെ ജനിപ്പിച്ച ദൈവമാണ്. എറണാകുളത്ത് നമ്മളെ കൊണ്ടുവന്ന ദൈവമാണ്. നമുക്ക് നമ്മോടെന്ത് വേണം? സ്നേഹം വേണം. അപ്പം തന്നെ മറ്റുള്ളവരോട് എന്ത് ചെയ്യണം? സ്നേഹം വേണം. തൻ്റെ ജനത്തെ സ്നേഹിക്കണം. ഉറക്കെ പറഞ്ഞ്, ജനത്തെ. ദൈവസഭ നിൽക്കുന്നിടത്തോട് കൂറ് വേണം. എനിക്ക് തോന്നുന്നു പി ജി എങ്കളാന്ന് തോന്നുന്നു, ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു പ്രസ്ഥാനത്തിൽ പുള്ളി ആദ്യമായിട്ട് ഒരാളെ ചേർക്കുമ്പോൾ പുള്ളി ഇലയിടും, വിരുന്ന് കൊടുക്കും, ഉപ്പിടും. പണ്ട് വിരുന്നിന് ആദ്യം എന്താ ഇടുന്നേ? ഉപ്പാണ്. ഉപ്പ് വിളമ്പി അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ? ഒടുവിൽ പഴവും പഞ്ചസാരയും ഉണ്ടെന്നുള്ളതിൻ്റെ തെളിവാണ് ഉപ്പ്. നമ്മുടെ നസ്രാണി വിരുന്നിന് 4 കോഴ്സായിരുന്നു. കോഴ്സ് കേട്ടിട്ടില്ലേ? ഫസ്റ്റ് കോഴ്സ്, സെക്കൻഡ് കോഴ്സ്, തേർഡ് കോഴ്സ്. അത് ലോകത്തെ പഠിപ്പിച്ചത് മലയാളിയാണ്, സായിപ്പല്ല. ഫസ്റ്റ് കോഴ്സാണ് കട്ട്ലേറ്റും സലാഡും. സെക്കൻഡ് കോഴ്സാണ് ബ്രെഡും സ്റ്റൂ. തേർഡ് കോഴ്സാണ് ചോറും പരിപ്പോ അല്ലെങ്കിൽ എരശ്ശേരിയോ ഒക്കെ. ഫോർത്ത് കോഴ്സാണ് പഴവും പാനിയും അല്ലെ പഞ്ചസാരയും തൈരും പഞ്ചസാരയും. 4 കോഴ്സ് കൂട്ടി ഉണ്ണാൻ ലോകത്തെ പഠിപ്പിച്ചത് ആരാ? നസ്രാണി, ക്രിസ്ത്യാനി, നമ്മളാ. പിന്നെ സായിപ്പ് പഠിച്ചേ 4 കോഴ്സ്. അപ്പം ആദ്യം ഉപ്പ് വിളമ്പും. അപ്പോൾ അച്ചായൻ വന്നിട്ട് അവരോട് പറയും, പുതുതായിട്ട് എടുക്കുന്നവരോട് ഉപ്പ് നക്കാൻ പറയും. ഉപ്പ് നക്കിച്ചിട്ട് പറയും, ഉപ്പ് നക്കിയെങ്കിൽ എന്നെ ചതിക്കില്ലെന്ന്. അങ്ങനെയുണ്ട്. നമ്മളൊരു ചൊല്ലുണ്ട്, ഉപ്പ് കൂട്ടി തിന്നവൻ എന്ത് ചെയ്യരുത്? ചതിക്കരുത്. അപ്പോൾ ഒരു കാര്യം സത്യം, ലവണം ഉടമ്പടിയാ.
തൻ്റെ ജനത്തെ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. ജനത്തെ സ്നേഹിക്കുന്നു. ഇനി മൂന്നാമത്തെ കാര്യം, അവൻ തൻ്റെ ജനത്തെ എന്ത് ചെയ്യുന്നു? സ്നേഹിക്കുന്നു. അടുത്തത്, ഞങ്ങൾക്കൊരു പള്ളിയും തീർപ്പിച്ചു തന്നിരിക്കുന്നു. പള്ളി തീർപ്പിച്ചു. പള്ളി തീർപ്പിച്ചു എന്ന് പറയുന്നത് എന്താണ്? അവരുടെ ഒരു ആവശ്യത്തിൽ അവരെന്ത് ചെയ്തു? ഇടപെട്ടു. അന്ന് അവർക്ക് പള്ളിയായിരുന്നു ആവശ്യം. അതുകൊണ്ട് ഈ ശതാധിപൻ തൻ്റെ കഴിവുകൾ ഉപയോഗിച്ച് പള്ളി തീർത്തു. ചിലപ്പോൾ അന്ന് ശതാധിപനായതുകൊണ്ട് പള്ളിക്ക് സ്ഥലം ചോദിച്ചപ്പം ഗവൺമെൻറ് അപ്രൂവൽ വേണമായിരിക്കും, പഞ്ചായത്തിൻ്റെ സാങ്ഷൻ വേണമായിരിക്കും. ഇന്നത്തെ പോലെ അറിയില്ല. എന്തൊക്കെയാണേലും ആ കാര്യങ്ങളിലൊക്കെ ഈ പുള്ളി എന്ത് ചെയ്തു? ഇടപെട്ടു. അപ്പം ജനത്തെ സ്നേഹിക്കുക മാത്രമല്ല, ആ ജനത്തിൻ്റെ പ്രശ്നങ്ങളിൽ എന്ത് ചെയ്യണം? ഇടപെടണം. നമുക്കിപ്പോൾ സൊമാലിയയിൽ പോയി ഒന്നും ചെയ്യാൻ ഒത്തില്ലെങ്കിലും നമ്മുടെ സഭയിലെ ഒരു വിശ്വാസി മരിച്ചാൽ എന്ത് ചെയ്യാനൊക്കും? സഭയിലെ ഒരു വിശ്വാസി മരിച്ചാൽ എന്ത് ചെയ്യണം? പോയി കാണണം, കണ്ടിരിക്കണം. അല്ലാത്തൊരു വിശ്വാസികളല്ല. കല്യാണത്തിന് വിളിച്ചില്ലേ പോകണ്ട. ഇപ്പോൾ എല്ലാവരെയും കൂടെ കല്യാണത്തിന് വിളിക്കാൻ ഒക്കത്തില്ല. റെപ്രസെൻറ്റേറ്റീവ്സോ പ്രിയമുള്ളവരോ അല്ലെങ്കിൽ പൊതുന്ന ഇത്ര പേരൊക്കെ ആയിരിക്കും പോകുന്നത്, പൊക്കോട്ടെ. പക്ഷെ ചത്ത എന്ത് ചെയ്യണം? പോകണം. 2, രോഗിയാണെങ്കിൽ എന്ത് ചെയ്യണം? പോയി കാണണം. വേണ്ടേ? വേണം. എന്ത് ചെയ്യണം? ജനത്തിൻ്റെ പ്രശ്നങ്ങളിൽ എന്ത് ചെയ്യണം? ഇടപെടണം. ഞങ്ങൾക്കൊരു ആൻറ്റിയുണ്ട്, കല്യാണത്തിന് പോത്തില്ലേലും ആരും മരിച്ചാലും, അത് പണക്കാരാകട്ടെ പാവങ്ങളാകട്ടെ, ചാച്ചിക്ക് അറിയാവുന്നവരാകട്ടെ അറിയാത്തവരാകട്ടെ, സഭയിൽ ഒരാൾ മളിച്ചാൽ ബോഡി എടുക്കുമ്പോൾ അവിടെ കാണും, ബോഡി എടുക്കുന്നിടം വരെ അവിടെ കാണും. ബോഡി കൊണ്ട് വെക്കുമ്പോൾ അവിടെ ഇരിക്കും, പോകുമ്പോൾ ഇരിക്കും. അതൊരു മാന്യതയുടെ ഭാഗം. ആരോടുള്ള സ്നേഹ? സഭയോടുള്ള സ്നേഹം. സഭ എത്ര വലുതായാലും നമ്മളെത്ര തിരക്കാണെങ്കിലും ജനത്തിൻ്റെ വിഷയങ്ങളിൽ എന്ത് ചെയ്യണം? ഇടപെടണം. ഒരാൾ രോഗിയാണെങ്കിൽ ഒന്ന് പോയി എന്ത് ചെയ്യണം? കാണണം. ഒരാളെ കണ്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം? തിരക്കണം. അതൊക്കെ ഒരു സമൂഹത്തിൻ്റെ ഭാഗമാണ്. തൻ്റെ ജനത്തെ സ്നേഹിച്ചത് മാത്രമല്ല, ജനത്തിൻ്റെ പ്രശ്നങ്ങളിൽ എന്ത് ചെയ്തു? ഇടപെട്ടു. പ്രശ്നം ഉണ്ടാക്കുകയല്ല, പ്രശ്നങ്ങളിൽ എന്ത് ചെയ്തു? ഇടപെട്ടു. പറഞ്ഞേ, ആവശ്യങ്ങളിൽ എന്ത് ചെയ്യണം? ഇടപെടണം. കണ്ണിലൊക്കെ നോക്കി പറ, ആവശ്യങ്ങളിലൊക്കെ എന്ത് ചെയ്യണം? ചിലപ്പോൾ പാസ്റ്റർ പറയും, നമുക്കൊരു TV വേണം, അല്ലെ ഒരു മൈക്ക് സെറ്റ് വേണം, അല്ലെ ഒരു പുതിയ സംഭവം വേണം എന്നൊക്കെ പറയുമ്പോൾ പല്ല് കടിക്കരുത്. ആവശ്യങ്ങളിൽ എന്ത് ചെയ്യണം? ഇടപെടണം. പറഞ്ഞേ, ആവശ്യങ്ങളിൽ ചൊല്ലുണ്ട്. ഇവിടുത്തെ ഇടപെടത്തില്ല. വടക്കേ ഇന്ത്യയെക്കുറിച്ച് ഭാരമാണ്. മിഷനാണ് മിഷൻ. ഈ മിഷൻ സഭയെ സ്നേഹിക്കാതെ മിഷൻ നടത്തുന്ന പലരും, സഭ അത് ചെറിയൊരു കാര്യമല്ല. പ്രാദേശിക സഭയെന്ന് പറയുന്നത് ചെറിയൊരു കാര്യമാണോ? അല്ല. അതുകൊണ്ട് വടക്കേ ഇന്ത്യക്ക് വേലയ്ക്ക് കൊടുക്കരുത് ഞാൻ പറഞ്ഞോ? ഇല്ല. ഞാൻ കൊടുക്കുന്നവനാണ്. എന്നെ കൊണ്ട് ആവോളം ഒക്കെ ചെയ്യാവുന്നതൊക്കെ ചെയ്യുന്നു. എന്നെ ചെയ്തൊന്നും പറയുന്നതിലും കണ്ണിൽ കാണുന്നതും അറിയുന്നതും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം ഞാൻ പറയുന്നത്, അപ്പോഴും എവിടെ ഇടപെടണം? ജനത്തിൻ്റെ പ്രശ്നങ്ങളിൽ എന്ത് ചെയ്യണം? ഇടപെടണം. ഉറക്കെ പറഞ്ഞേ, ജനത്തിൻ്റെ പ്രശ്നങ്ങളിൽ. അവർക്കൊരു പള്ളി വേണം. അവൻ ഞങ്ങൾക്ക് എന്ത് തീർപ്പിച്ച് തന്നു? ഒരു പള്ളിയും തീർപ്പിച്ച് തന്നിരിക്കുന്നു. ഹല്ലേലൂയ. ക്വാളിറ്റി നമ്പർ 1. അവൻ ആരാണ്? യോഗ്യൻ. സർട്ടിഫിക്കറ്റ് യോഗ്യൻ. അതുകൊണ്ട് നമ്മളും ആരായിട്ട് നടക്കണം? യേശു വരണ്ടേ? ആരായിരിക്കണം? യോഗ്യൻ. ഞങ്ങൾ ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിച്ചോ, നോ പ്രോബ്ലം. എന്തായിരിക്കണം? കോണ്ടസ്റ്റുകൾ ഡിഫറൻസാണ്. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് പിള്ളേരുടെയൊക്കെ. ഞാനൊരു റാന്നി എന്ന കൊച്ചു ഗ്രാമത്തിലെ ഒരു വിശ്വാസിയാണ്. എൻ്റെ വിശ്വാസികൾ ഭൂരിപക്ഷം സർവ്വസാധാരണക്കാരായ വിശ്വാസികളാണ്. ഇവിടെ കുറച്ചുകൂടെയൊക്കെ പട്ടണവാസികളാണ്. അതിൻ്റെതായ വ്യത്യാസങ്ങൾ എപ്പോഴും ഉണ്ട്. പട്ടണത്തിൻ്റെ കൾച്ചറാണോ ഗ്രാമത്തിൻ്റെ കൾച്ചർ? അല്ല. ഞാൻ ഞായറാഴ്ച രാവിലെ ഒരു ബുൾഗാൻ താടിയൊക്കെ വെച്ച് ഇതെല്ലാം പഠിച്ച് ഇവിടെ മാത്രം വളർത്തി. ഇല്ല, എനിക്ക് അവിടെ എവിടെയൊക്കെ ഓരോന്നുള്ളൂ. എന്നാലും ഇച്ചിരി ഒപ്പിച്ച് ഇതൊക്കെ ഒന്ന് വളർത്തി ഒരു 3/4 പാൻറ്റും ഒരു ടീഷർട്ടും ഒക്കെ ഇട്ട് കയറി ചെന്ന്, കമോൺ ഗൈസ്, വി ആർ ഗോയിങ് ടു വർഷിപ്പ് ദി ലോർഡ്, കമോൺ എവരിബഡി. എന്ത് സംഭവിക്കും? അതെന്തല്ല, ആ കൾച്ചറിൽ എന്തല്ല. അതേസമയം ഒരു യൂത്ത് വർഷിപ്പ് മാത്രം ഉള്ളിടത്ത് ചിലപ്പോൾ അതിനെന്തില്ല. പിള്ളേർ മാത്രം വൈകിട്ടൊരു ഒരു പ്രാർത്ഥിക്കാൻ കൂടിയിരിക്കുമ്പോൾ ടൈയും സൂട്ടും ധരിച്ച് വരേണ്ട ആവശ്യമുണ്ടോ? അതും ഒരുതരം പ്രശ്നമാണ്. അപ്പം കോണ്ടസ്റ്റിൽ എല്ലാം എന്തായിരിക്കണം? യോഗ്യമായിരിക്കണം. ഉറക്കെ പറഞ്ഞ് എന്തായിരിക്കണം? യോഗ്യമായിരിക്കും. അപ്പം നമ്മളെപ്പോഴും യോഗ്യരായിരിക്കണം. ഭാഷ യോഗ്യം, ദൈവം, അതിൻ്റെ എല്ലാം ക്വാളിറ്റി
നമ്മുടെ ഒരു ക്രൈസ്തവ സംസ്കാരത്തിലാണ്. ഈ വെസ്റ്റേൺ കൾച്ചറിലൊക്കെ അവർ തിങ്കൾ മുതൽ ഇപ്പോൾ അതെല്ലാം മാറുന്നത്. ഞാൻ കുറേ വർഷങ്ങൾ ട്രെൻഡുകൾ ഇപ്പോഴും ഉള്ളവരുണ്ട്. പ്രായമുള്ളവരുടെ ചർച്ചിലൊക്കെ അവർ ഞായറാഴ്ച വെൽ ഡ്രസ്ഡ് ആയിരിക്കും. അവർ സൺഡേയിൽ ഒരാഴ്ച ഒരുങ്ങാതെ നടന്നാലും എപ്പോൾ ഒരുങ്ങും? സൺഡേ. കാരണം അതിന് കൊടുക്കുന്ന പ്രാധാന്യമാണ്. അപ്പോൾ എപ്പോഴും ഓർക്കുക, നമ്മൾ ആരായിരിക്കണം? യോഗ്യമായിരിക്കണം. രണ്ടാമത്തെ കാര്യം, ജനത്തെ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. മൂന്നാമത്തെ ക്വാളിറ്റി, ജനത്തിൻ്റെ പ്രശ്നങ്ങൾ എന്ത് ചെയ്തു? ഇടപെട്ടു. സ്വതന്ത്രം ചെയ്യാമോ? ജനത്തിൻ്റെ പ്രശ്നങ്ങൾ എന്ത് ചെയ്തു? ഇടപെട്ടു. വിഷയങ്ങളിലൊക്കെ ഇടപെടേണ്ട. ചുമ്മാ കയറി എല്ലാത്തിനകത്തും തലയിടരുത്. എന്നാൽ ഒരു ആവശ്യം വന്നാൽ, എന്നെക്കൊണ്ടൊരാവശ്യം ഉണ്ടെങ്കിൽ അതിനകത്ത് എന്ത് ചെയ്തിരിക്കണം? ഇടപെട്ടിരിക്കണം. കോൺട്രിബ്യൂട്ട് ചെയ്യുകയോ പ്രാർത്ഥിക്കുകയോ ഉപവസിക്കുകയോ ഒക്കെ ചെയ്യണം. നാലാമത്തെ ഒരു കാര്യമാണ്, ഈ ദാസൻ ഇപ്പോൾ കിടക്കുന്ന ആളുടെ വീട്ടിലാണ്, ശതാധിപൻ്റെ വീട്ടില്ല. ദാസിനെ വീട്ടിയിട്ട് ശുശ്രൂഷിക്കേണ്ട കാര്യം ശതാധിപനുണ്ടോ? ഇല്ല. ഉണ്ടോ? ഇന്ന് പലർക്കും ആരുപോലും ഭാരമാ. മാതാപിതാക്കളെ വീട്ടിയിട്ട് ശുശ്രൂഷിക്കുന്നവർ കുറവാണ്. കോണ്ടസ്റ്റല്ല. ഇപ്പോഴത്തെ പലരോട് പറഞ്ഞിട്ട് ഏറ്റവും ട്രെൻഡായിട്ടുള്ള കാര്യം ചെയ്യാൻ ഒക്കുന്നത്, കാശുണ്ടാക്കുകയും ചെയ്യാം, കാര്യങ്ങൾ നടക്കും, മിഷൻ എന്ന പേരാകും. എന്താണ്? ഓൾഡ് ഏജ് ഹോം നടത്തുക. കാരണം ഇപ്പോൾ എല്ലാ പിള്ളേരും പുറത്തു പോയി. ഇവിടെ ഒഴിവാക്കപ്പെടുന്ന ആരാ? മാതാപിതാക്കളാ. സ്വന്തം മാതാപിതാക്കളെ നമുക്ക് വീട്ടിൽ സംരക്ഷിക്കാൻ പാടാം. അപ്പം പിന്നെ മറ്റുള്ളവരുടെ കാര്യം പറയണം. പക്ഷേ ഈ എനിക്ക് അത്ഭുതം തോന്നി. ഈ ശതാധിപൻ തൻ്റെ വീട്ടിലകത്ത്, എൻ്റെ പുരയ്ക്കകത്ത് വരാൻ യോഗ്യനല്ലെന്ന്. അപ്പോൾ ഈ ദാസനെ എവിടെ ശുശ്രൂഷിക്കുക? മരിക്കാറായി ദാസനെ ഇപ്പം കിടക്കുന്ന ആട്ട വീട്ടില. എന്തോ മനുഷ്യനായിട്ട്. അതുകൊണ്ടൊക്കെ അവരുടെ ചരിത്രമൊക്കെ വേദോസത്തിൽ വരുന്നത്. നമുക്കിപ്പം പലരും ഈ അപരൻ നമുക്കൊരു ഭാരമായിട്ടുള്ളിടത്താണ് നമ്മൾ മനുഷ്യൻ പോകുന്നത്. ഭാര്യ കിടപ്പിലായാൽ പോലും പ്രായമാകുമ്പോൾ അല്ല കിടപ്പിലായി പോയാൽ വേണേൽ ഉപവസിച്ച് കളയും. കർത്താവെ ഒത്തിരി കഷ്ടത്തിലാക്കാതെ അങ്ങ് എടുത്തോണേന്ന്. അതേസമയം തിരിച്ച് കുറച്ചുകൂടെ നോക്കും കേട്ടോ. ഞാൻ ആ കാര്യത്തിൽ സൗകര്യമാരെ എപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്യും. അവരെത്ര കഷ്ടപ്പെട്ടാന്നേലും ആരെ നോക്കുന്നുണ്ട്? ഭർത്താക്കന്മാർ നോക്കുമെന്ന് ചോദിച്ചാൽ നോക്കുന്നവരെ കണ്ടിട്ടുണ്ട്. ഇനി അവർ നോക്കാൻ തുടങ്ങിയാലും അവരുടെ അമ്മായിമ്മ പറയും മരുമോൾ ചത്തുപോട്ടെ, ഉപവസിക്കും. കിടക്കുമ്പോൾ ചാകുന്നതിന് മുമ്പ് മരുമോന് കല്യാണം ആലോചിച്ച അമ്മായിമ്മ എനിക്കറിയാം. ചത്തുപോയാൽ ഒരു വർഷത്തേക്ക് നമുക്ക് നീട്ടിയിട്ടേക്കാം. വേറെ ആർക്കും കൊടുക്കരുത്. എവിടെങ്കിലും ഒരുത്തിനും കല്യാണം വരുമ്പോൾ എൻ്റെ മരുമോൾ ചാകായി കിടക്കുക, ഉടനെ പൊക്കോളും. പൊയ്യാൻ നമുക്ക് എന്ത് ചെയ്തേക്കാം? കെട്ടിയേക്കാം. പക്ഷേ ഇവിടെ പറയുന്നൊരു വാക്കുണ്ടോ? ഈ മനുഷ്യനെ എവിടിട്ട് ശുശ്രൂഷിച്ചു? ശതാധിപൻ്റെ വീട്ടിലിട്ട് ശുശ്രൂഷിച്ചു. ചെറിയ കാര്യമാണോ? എന്തൊരു മനുഷ്യനാ മനുഷ്യൻ! എന്തൊരു മനുഷ്യനാ മനുഷ്യൻ! വേലക്കാരനാ? ദാസനാ? സെർവൻ്റാ? കളഞ്ഞോ? ഇല്ല. കളഞ്ഞോ? ഇല്ല. വൈകല്യമുള്ള മക്കളെ പോലും ഹോമിലാക്കുന്നവരാ. പക്ഷേ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ, വൈകല്യപ്പെട്ട ഒരു കുഞ്ഞ് മരിച്ചു. 30 വയസ്സുണ്ട്. അവൻ്റെ അപ്പൻ എഴുന്നേറ്റ് സാക്ഷ്യം പറയുക, ഞങ്ങൾ കൂലിവേലക്കാരാ. അന്നത്തെ പഞ്ചായത്ത് മെമ്പർ വന്ന് പറഞ്ഞു, നിങ്ങൾ കഷ്ടപ്പെടണ്ട, ഈ കുഞ്ഞിനെ ഇന്ന സ്ഥാപനത്തിലാക്കാൻ ഞാൻ ശുപാർശ ചെയ്യാം, നിങ്ങൾ ഫ്രീ ആയിട്ട്. ഞങ്ങൾ പറഞ്ഞു തൻ്റെ ശുപാർശ വേണ്ട, ഫ്രീ ആകണ്ട, ദൈവം തമ്പുരാൻ തന്നതാ, ഞാൻ കൂലിപ്പണി ചെയ്തോളാം. അവൾ നോക്കി, അയ്യോ ആ കുഞ്ഞിനെ എടുത്തപ്പം അവിടെ കസിൻസിൻ്റെയൊക്കെ മയങ്ങിപ്പോന്നു. ഞാൻ പാവങ്ങളാ, വയ്യാത്ത ഓട്ടിസം വന്ന രൂപഭംഗി പോലും ഇല്ലാത്ത കുഞ്ഞിനെ എടുത്തപ്പോൾ കസിൻസ് സഹോദരങ്ങളൊക്കെ മയങ്ങി വീഴുന്നു. കൂടെ പുറപ്പെന്നും പറഞ്ഞുകൊണ്ട് കരയുന്നു. ഈ കൊച്ചു കൊച്ചു മനുഷ്യരിലുള്ള ഒത്തിരി മൂല്യങ്ങളുണ്ട്. അങ്ങനെ വയ്യാത്തൊരു കുഞ്ഞുണ്ടായാൽ പോലും ഹോമിലാക്കുന്ന നമ്മൾ ഇവരെ മനസ്സിലാക്കണം. വയ്യാത്ത മനുഷ്യനെ എവിടെയിട്ട് ശുശ്രൂഷിക്കുക? വീട്ടിലിട്ട്. മരിപ്പാറായിരിക്കുക. അവന് വേണ്ടി മരണക്കിടക്ക് ഒരുക്കിയ ഒരു മനുഷ്യൻ, യജമാന. അയാളുടെ ചരിത്രം എവിടെ ഉണ്ട്? വേദപുസ്തകത്തിലുണ്ട്. നീ എനിക്കൊരു ഭാരമല്ലെന്നുള്ളതാണ് അതിൻ്റെ സന്ദേശം. നീ എനിക്ക് ആരല്ല, ഒരു ഭാരമല്ല. വയ്യാത്തൊരു മനുഷ്യൻ പറയുകയാണ്, നീ എനിക്ക് എന്തല്ല, ഭാരമല്ല. അപ്പനോ അമ്മയോ സഹോദരനോ ഭാര്യയോ ജീവിത പങ്കാളിയോ തളർന്നു പോയാൽ അവരൊരു പക്ഷേ അവരെ നോക്കുമ്പോൾ
അവർ കരഞ്ഞുകൊണ്ട് പറയും, എടി നിനക്ക് ഞാൻ ഒരു ഭാരമല്ലേ, ആർക്കും ഭാരമാകാതെ എന്നെ എടുത്തോണെന്ന് പ്രാർത്ഥിക്കാൻ ഇടയാകാത്തൊരു വീടാ, നീ എനിക്ക് എന്തല്ല ഒരു ഭാരമല്ല, നീ എനിക്ക് എന്തല്ല ഭാരമല്ല. സ്നേഹമുള്ളിടത്ത് ഈ ഭാരത്തിന് അതുകൊണ്ടാണ് കർത്താവ് പറയുന്നൊരു വാക്കുണ്ട്, എൻ്റെ ചുമട് മൃദുവ്, എൻ്റെ ചുമട് ലഘു, എൻ്റെ മുഖം മൃദുവാണ്. മുഖത്തിന് അതിൻ്റെതായ ഭാരം ഉണ്ടെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ ഇതെന്താകും? മൃദുവാണ്. അപ്പം ശതാധിപൻ്റെ വീട്ടിൽ ഇട്ടാണ് ഇന്ന് മനുഷ്യരെ ഭാരമായിട്ട് കാണുന്ന ലോകത്ത് ഈ വേലക്കാരൻ എനിക്ക് ഭാരമല്ലെന്ന് ചിന്തിച്ച ഒരു മഹാനായ മനുഷ്യൻ, ആ മനുഷ്യൻ്റെ പേരാണെന്ത്? ശതാധിപൻ. കണ്ടോ, നീ എനിക്ക് ആരല്ല, ഒരു ഭാരമല്ല, നീ എനിക്കൊരു ഭാരമല്ല. ഇനി മറ്റൊരു വലിയ പ്രത്യേകത ഞാൻ കണ്ടു. ഈ ശതാധിപൻ സ്നേഹിതന്മാരെ യേശു അങ്ങോട്ട് പോയപ്പോൾ പറയുകയാണ്, എൻ്റെ പുരയ്ക്കകത്ത് വരാൻ ഞാൻ യോഗ്യനല്ല, അതുകൊണ്ട് നിൻ്റെ അടുക്കൽ വരാൻ ഞാൻ യോഗ്യനെന്ന് എനിക്ക് എന്ത് ചെയ്തിട്ടില്ല, തോന്നിയിട്ടില്ല. നീ എൻ്റെ പുരയ്ക്കകത്ത് വരാൻ ഞാൻ പോരാത്തവനാ, എനിക്ക് അങ്ങോട്ട് വരാനും ആരല്ല, യോഗ്യനല്ല. പക്ഷെ ഇയാളെക്കുറിച്ചുള്ള സാക്ഷ്യം എന്താ? ഇയാൾ ആരാ? യോഗ്യൻ. അയാൾ പറയുന്നത് എന്താ? ഞാൻ യോഗ്യൻ. അകതന്നെ അല്ല, അത് ഇൻഫീരിറ്റി കോംപ്ലക്സും അല്ല. ഇൻഫീരിറ്റി കോംപ്ലക്സ് വേറെയാണ്. എന്നെ ഒന്നിനും കൊള്ളത്തില്ലെന്ന് പറയുന്ന അല്ല ഇവിടെ പറയുന്നത്. ചിലർ ഭയങ്കര വിശുദ്ധരങ്ങാകും, ഞാൻ നിന്നെപ്പോലെ അല്ലെന്ന്, ഞാൻ ഭയങ്കര വിശുദ്ധനാണ്. ആളുടെ തോളലോട്ട് ഏണി വെച്ചിട്ടാണെന്നറിയാമോ? വല്ലപ്പോഴും ഒരു ബീഡി വലിക്കുന്നവൻ്റെ തോളലോട്ട് ഏണി വെച്ചിട്ട് പറയും, ഞാൻ ആരാ? വിശുദ്ധനാ. ഇവൻ്റെ ബീഡി വലി അങ്ങ് നിർത്തും, അവൻ രക്ഷപ്പെടും. ഇവൻ പോണോഗ്രാഫി കാണുന്നവനാ. അവൻ പക്ഷേ പോണോഗ്രാഫി കാണത്തില്ല, ബീഡി വലിക്കത്തേ ഉള്ളൂ. തമ്പുരാൻ ചിലപ്പോൾ അവനെ അങ്ങ് വിശുദ്ധീകരിക്കും. എൻ്റെ സഭയിലൊരു ബീഡി വലിക്കും, എന്നും വന്ന് കരയും, അച്ചായ നിർത്തി, വീണ്ടും തുടങ്ങി പ്രാർത്ഥിക്കണേ. 3 മാസം നിർത്തും, 3 മാസം തുടങ്ങും, പക്ഷെ പിന്നെയും കരയും. അതിനകത്ത് സമ്മതിക്കും, എനിക്ക് ബീഡി വലിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കണേ, നിർത്താൻ നോക്കുന്നേ. ഒരു ദിവസം കൊച്ചിന് ബ്രസ്റ്റിലൊരു മുഴ, ബയോപ്സി ചെയ്യണമെന്ന് പറഞ്ഞു. പെങ്കൊച്ചിനെ ഭയങ്കര ഇഷ്ടമാണ്. പെങ്കൊച്ച് കരഞ്ഞുകൊണ്ട് അപ്പനെടുക്ക ചെന്ന്, പപ്പ ചിലപ്പം ബീഡി വലി നിർത്തിയാൽ ഇതങ്ങ് പോകുമായിരിക്കും എന്ന് പറഞ്ഞു. അയാൾ അന്ന് സത്യം ചെയ്തു, നിർത്തി, അതങ്ങ് പോയി. പുള്ളിയുടെ ബീഡി വലിയിൽ നിന്നു. അയാളെ അശുദ്ധനായിട്ട് കരുതിക്കൊണ്ടിരിക്കുന്നവർ ഇപ്പോഴും പലതും എന്ത് ചെയ്തിട്ടില്ല, നിർത്തിയിട്ടില്ല. പക്ഷെ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത കണ്ടോ? ഞാൻ ആരല്ല, യോഗ്യനല്ല എന്ന് പറഞ്ഞാൽ തൻ്റെ അയോഗ്യതകളെ താൻ കാണുകയാണ്. സ്വയം വിശുദ്ധനല്ലായിരുന്നു. ഈ സ്വയപ്രഖ്യാപിത വിശുദ്ധന്മാരാണ് ആത്മീയ ലോകത്തെ അപകടം. അതിവിശുദ്ധി പറയുന്നവർ അപകടകാരികളാകട്ടോ. അയ്യോ, അടുക്കല്ലേ 7 അയലോക്കത്ത്. എനിക്ക് അങ്ങനെയുള്ളവരെ പേടിയാണ്. കർത്താവ് ഇന്നലെ രാത്രി എന്നോട് സംസാരിച്ചു, നേരിട്ട് വന്ന്. ഞാൻ ആ വഴിക്ക് പോകത്തില്ല, എനിക്ക് പേടിയാ അവരെ. 2 കൂട്ടരെ അപകടകാരികളാണ്. ഒന്ന് അതിവിനയം കാണിക്കുന്നവരുണ്ട്. അതിവിനയം മനസ്സിലായില്ലേ? ക്രിസ്തലോ അവരെപ്പം കാലേ വാരി നോർത്താൽ മതി. ഈ കുനിന്ന് എന്തിനാണെന്നറിയാം? വലിച്ചു താഴെ ഇടാനാ. അതിവിനയം കാണിക്കുന്ന അപകടമാ. അതിവിശുദ്ധി പറയുന്നത് എന്താ? അപകടം. അതിവിശുദ്ധി പറയില്ല, അയ്യോ ആ പെങ്കൊച്ചിൻ്റെ പൊരിയം കണ്ടോ, ആ പെങ്കൊച്ചിൻ്റെ ലിഫ്റ്റിക്ക് കണ്ടോ, ആ പെങ്കൊച്ചിൻ്റെ അത് കണ്ടോ. അതിവിശുദ്ധിയാ. ഇവരപകടകാരികളാ. ഞങ്ങളവിടെ ഒരു കല്യാണം നടക്കുക, കോവിഡിൻ്റെ സമയത്തൊക്കെ എന്നെ ഏൽപ്പിച്ചിരിക്കുകയല്ല. അപ്പോൾ ഈ കല്യാണത്തിന് എന്തോ വേണം, അന്ന് വാതിക്ക നിൽക്കും തോക്കുമായിട്ട് 2 പെൺപിള്ളാരെ കണ്ടിട്ടുണ്ടോ? മറന്നുപോയോ? മറന്നുപോയി അല്ലേ? ആ സാധനം പോയിട്ടില്ല, അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. എന്താ അതിൻ്റെ പേര്? ടെമ്പറേച്ചർ നോക്കാൻ വരുമ്പോഴേ എന്താ തോക്ക, പേര് നമ്പറൊക്കെ എഴുതത്തില്ലേ? ഓർമ്മയുണ്ടോ? മറന്നുപോയോ? മറക്കല്ലേ ഒന്നും. ആ അപ്പോൾ അതിന് ഇവൻറ്റുകാരെയൊക്കെ നിർത്തിയപ്പോൾ ഞാൻ ഇവൻറ്റുകാരോട് പറഞ്ഞ് 2 പേരെ നിർത്തിയേക്കാൻ പറഞ്ഞു. 2 പെൺപിള്ളേരെ വന്ന് ഇന്നും ഇത്രയും മിടിയൊക്കെ ഇട്ട് നല്ല ലിഫ്റ്റിക്കൊക്കെ ഇട്ട് കോട്ടൊക്കെ ഇട്ട് 2 പെൺപിള്ളേർ. ഈ പുള്ളി പോയിട്ട് പിന്നെയും തിരിച്ചു വന്നു. പ്രിൻസിപ്പാസ്റ്ററെ, നിങ്ങൾ ഇങ്ങനത്തെ അശുദ്ധനായിപ്പോയല്ലോ. ഇതാണോ സഭയുടെ മുമ്പിൽ? എന്തോ വെച്ചാൽ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നമ്മൾ കണ്ടില്ല ഇതുവരെ. ഈ കാണേണ്ടവരെ ഇതൊക്കെ എന്ത് ചെയ്യത്തുള്ളൂ? ഞാൻ കണ്ടില്ല, സത്യമായിട്ട് ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ ചോദിച്ചു, എന്തോന്ന്? അവരുടെ കാലേ തൊടാ, ലൈവ് പോവാ അല്ലേ? ക്ഷമിക്കണം. അൺപാർലമെൻ്ററി വേർഡാണെങ്കിൽ അങ്ങ് പൊറുക്ക്.
ഞാൻ ചോദിച്ചു, കിളവൻ മുതുക്കൻ പോയിട്ട് പിന്നെയും തിരിച്ചു വന്നേക്കുക, ഇള് കയറുന്നേരം പോത്തില്ല, ഇയൊക്കെ കയറിപ്പോയാൽ പോരെ, കാണേണ്ടവരെ ഇതൊക്കെ എന്ത് ചെയ്യത്തുള്ളൂ. ഞാൻ പറഞ്ഞു, മുതുക്ക കയറിപ്പോടും, താൻ കയറിപ്പോ. ഞാനിതുവരെ കണ്ടില്ല. അയാളിങ്ങനെ വട്ടം ചുട്ടി നിൽക്കുക. എന്തോ കാണാനാ. ഞാനിതെല്ലാം കഴിഞ്ഞപ്പോൾ ഈ പെൺപിള്ളേരെ വിളിച്ചേ, ഞാനും ഭാര്യ കൊണ്ട് വിളിച്ചു. എനിക്ക് തോന്നി അവർക്ക് ഇച്ചിരി പൈസ കൊടുക്കണം, ഒരു ഗിഫ്റ്റ് കൊടുക്കണം. ഞാൻ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ഇവരെ വിളിച്ചപ്പോൾ ഈ കൊച്ചുങ്ങൾ പറഞ്ഞു, അച്ഛൻ തളർന്ന് കിടക്കുക, അതോ അമ്മയാണോ? അച്ഛൻ തളർന്ന് കിടക്കുന്ന, അമ്മയ്ക്ക് വയ്യ. ഡിഗ്രിക്ക് ഇവിടെ ആലുവായ്ക്കപ്പുറത്ത് പഠിക്കുന്ന മക്കളാണ്. ഞങ്ങളിങ്ങനെ ആഴ്ച 1-2 ദിവസമൊക്കെ ഇത് കിട്ടുമ്പം പോകും. അതിന് 10,000 രൂപ കിട്ടും. അതുകൊണ്ടാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, എന്നിട്ട് ആ കൊച്ചുങ്ങൾ എന്നോട് പറഞ്ഞു, അച്ഛാ ഈ കോട്ടൊന്നും കണ്ട അളക്കല്ലേ, ഇവൻ്റുകാർ തന്ന, ഞങ്ങളുടെ അല്ല. അപ്പോഴാണ് ഈയുടെ വിശുദ്ധിയെ, എനിക്ക് ഈ അതിവിശുദ്ധി പറയുന്ന ഒരു അപകടകാരികളാണ്. പക്ഷെ ഇയാൾ പറഞ്ഞ എന്താ, ഞാനെന്തല്ല, യോഗ്യനല്ല. ഞാൻ ആരല്ല? അവനവൻ്റെ കുറവ് കാണും. വിധിക്കാൻ ദൈവം നമുക്ക് കഴിവ് തന്നേക്കാം. നാട്ടുകാരെ വിധിക്കാനാണോ, നമ്മളെ വിധിക്കാനാണോ? നമ്മളെ വിധിക്കാനാ, നമ്മളെ വിധിക്കാനാ. ഞാൻ ആരല്ല, യോഗ്യനല്ല. എൻ്റെ പുരയ്ക്കകത്ത് വരാൻ പോലും യോഗ്യതയുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതാ എൻ്റെ സത്യം. നമ്മൾ ആരെങ്കിലും യോഗ്യരാണോ? അല്ല. നമ്മുടെ സെൽഫ് വിശുദ്ധി കൊണ്ട് നമ്മൾ യോഗ്യരാണോ? അല്ല. കർത്താവ് നമ്മളെ നീതീകരിച്ചതാ, കർത്താവിൻ്റെ കൃപയും നമ്മളെ പൊതിഞ്ഞതാ. അതുകൊണ്ട് അങ്ങൊരു വാക്ക് പറഞ്ഞാൽ മതി. ഇനി ആ മനുഷ്യൻ്റെ വലിയൊരു പ്രത്യേകത കണ്ടോ, ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ട മനുഷ്യൻ, ആ എന്റെ കീഴിൽ പടയാളികളുണ്ട്. ഒരുവനോട് പോക എന്ന് പറഞ്ഞാൽ അവൻ പോകുന്നു, മറ്റൊരുവനോട് വരിക എന്ന് പറഞ്ഞാൽ അവൻ വരുന്നു. എന്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്നു എന്ന് പറയിച്ചു. മതി. ഞാനും അധികാരത്തിന് കീഴുള്ളവൻ. എൻ്റെ കീഴിൽ ആരുണ്ട്? പടയാളുണ്ട്. ഞാൻ പറഞ്ഞാൽ അവരെന്ത് ചെയ്യും? പോകുന്നു. അപ്പം ഡിവൈൻ അതോറിറ്റികളെ പാലിക്കുന്നത്. ഞാൻ എന്തിന് കീഴടങ്ങിയെന്ന് ഇരിക്കുന്നവനാ? അധികാരത്തിൽ. എല്ലാവരും പറഞ്ഞ് എന്തിന് കീഴടങ്ങിയിരിക്കണം? ദൈവം വെച്ച അധികാരമുണ്ട്. കേൾക്കണം മക്കളെ. നാട്ടിലൊരു ചൊല്ലുണ്ട്, പിള്ള ചവിട്ടിയ തള്ളയ്ക്ക് കേടില്ല. എൻ്റെ ചിന്ത, ഈ ഗ്യാസൊക്കെ ഇങ്ങനെ കൂടി വരുമ്പോൾ തള്ളവരുടെ കൊണ്ട് അറിയാവുന്ന അമ്മമാർ ചവിട്ടും. പിള്ള ചവിട്ടിയ തള്ളയ്ക്ക് എന്ത് വരത്തില്ല? അല്ല, തള്ള ചവിട്ടിയ പിള്ളയ്ക്ക് കേട് വരത്തില്ല. അതേസമയം പിള്ള തള്ളയെ ചവിട്ടിയാലോ? പിള്ള തള്ളയെ ചവിട്ടിയാലോ? ആർക്ക്? അല്ല, പിള്ളയ്ക്ക്. പിള്ളയെ ചവിട്ടിയാൽ പിള്ളയ്ക്ക് കേട് വരുമോ? പിള്ള തള്ളയെ ചവിട്ടിയാലോ? പിള്ളയ്ക്ക് കേടുവരും. എന്തിനെ ലംഘിച്ചു? അധികാരത്തിനെ ലംഘിച്ചു. ആരാ അധികാരി? വീട്ടിലെ അധികാരി ആരാ? മക്കളോ? മക്കളാ ഇപ്പം പലയിടത്തും കാര്യം. അവർ തീരുമാനിക്കുന്ന പോലെ കാര്യങ്ങൾ ഓടും. അന്നില്ല ഞാൻ അധികാരത്തിന് എന്ത് ചെയ്തിരിക്കുക? കീഴ്പ്പെട്ടിരിക്കുക. ശ്രദ്ധിച്ച് കേൾക്കണേ. അധികാരത്തിന് എന്ത് ചെയ്തിരിക്കണം? കീഴ്പ്പെട്ടിരിക്കണം. അപ്പനും അമ്മയും വീട്ടിലെ അധികാരികളാണ്. അതിനകത്തും അധികാരം ആർക്കാ? ആരാ? വീടിൻ്റെ തല ആരാ? അപ്പനാണ്. അപ്പൻ്റെ തല ആരാ? ക്രിസ്തു. അധികാരം വികേന്ദ്രീകരണം അവിടെ കാണുന്നത്. പക്ഷെ അപ്പം തന്നെ ക്രൈസ്റ്റ് ലൈക്ക് ലീഡർഷിപ്പാണ്. ക്രിസ്തുവാണ് ത്യാഗം ചെയ്തത്. സഭയാണോ ക്രിസ്തുവാണോ സഭയ്ക്ക് വേണ്ടി ത്യാഗം ചെയ്തത്? ക്രിസ്തുവാണ്. സഭയ്ക്ക് വേണ്ടി കഷ്ടം സഹിച്ചതല്ല ആരാ? ക്രിസ്തു. അങ്ങനെ ആയിരിക്കണം അപ്പനെന്നാണ്. സഭയല്ല ത്യാഗം ചെയ്തത്. നമ്മൾ ത്യാഗം ചെയ്തത് എന്താ? യോഗത്തിന് വന്നാണ്. ബാക്കി എല്ലാ ത്യാഗവും ആരാ ചെയ്തേ? കർത്താവാണ് ചെയ്ത്. ജീവൻ തന്ന ആരാ? കർത്താവ്. അടിയേറ്റത് ആരാ? കർത്താവ്. ഭൂമിയിലേക്ക് വന്ന ആരാ? കർത്താവാണ്. അപ്പോൾ കർത്താവാണ് ത്യാഗം സഹിച്ചത്. അതുകൊണ്ട് അപ്പൻ ത്യാഗം സഹിക്കുന്നവനാ. ത്യാഗം സഹിക്കുന്നവനായിരിക്കണം. അപ്പം തന്നെ ഓർക്കണം, വീടിൻ്റെ അധികാരി ആരാ? അപ്പനാണ്. എല്ലാവരും പറഞ്ഞ്, വീടിൻ്റെ അധികാരി ആരാ? അപ്പനാണ്. അപ്പന് കീഴ്പ്പെട്ടിരിക്കണം. ചെല്ലിനെക്കുറിച്ച് പറയത്തില്ലേ, അമ്മാമ്മ അവിടുത്തെ അച്ചായൻ. കേട്ടിട്ടുണ്ടോ? അമ്മാമ്മ അച്ചായനായാൽ ആ വീടിന് ഒരു നെഗറ്റീവ് എനർജി കാണും. പരമാർത്ഥമായി. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല പാസ്റ്ററെ. അവിടെ കാര്യങ്ങളെല്ലാം നടത്തുന്ന പാസ്റ്ററുടെ ഭാര്യയാണ്.
പാസ്റ്ററുടെ ഭാര്യ കാര്യം നടത്തിയാലും പ്രശ്നമാവും. അതുകൊണ്ട് പാസ്റ്ററുടെ ഭാര്യ സഭയെ വരലെന്നാണ് അതിൻ്റെ അർത്ഥം. അല്ല, അധികാരി എപ്പോഴും ആരാണ്? ദൈവമാക്കി വയ്ക്കുന്ന അധികാരി. വീടിൻ്റെ അധികാരി ആരാ? അച്ഛനാ. ക്രൈസ്റ്റ് ലൈക്ക് ലീഡർ ആയിരിക്കണം എന്നേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അധികാരി ആരാ? അമ്മയാണ്. പിന്നാണ് ആര്? മക്കൾ. മനസ്സിലാവുന്നുണ്ടോ? ഉണ്ടോ? എനിക്ക് ഒരു കാര്യമില്ലാത്ത കാര്യത്തിലൊക്കെ ഞാൻ ഇടപെടും. ഇത് ലൈവ് മസ്റ്റാ അല്ലേ? ലൈവിൽ ആളുണ്ടോ ഇപ്പോൾ? അല്ല, ഉണ്ടോ? ഒത്തിരി പേരുണ്ടോ ലൈവിൽ? എത്ര പേരുണ്ടോ? വേണ്ട, കട്ട് ചെയ്യണ്ട. ഒരു കാര്യമില്ലാത്ത കാര്യത്തിലൊക്കെ ഞാൻ ഇടപെടും. ഞാനൊരു ദിവസം വീട്ടിൽ ഇരിക്കുമ്പോൾ ഒരു പണിയില്ലാതിരിക്കുക. ഇപ്പോൾ നമുക്ക് ഓരോ പണിയൊക്കെ കിട്ടും. പിറ്റേ ദിവസം ഞായറാഴ്ചയാണ്. എൻ്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു വണ്ടി ഒരു പയ്യനെ തപ്പി ഇറങ്ങിയിട്ടുണ്ട്. പാർഷയുടെ മോന പെണ്ണിനെ അടിച്ചുകൊണ്ട് പോയതാ. ഏതോ ഇന്നിടത്താണെന്നാണ് പറയുന്നത്. നമുക്കറിയാവുന്ന വണ്ടി നിറച്ചാൽ പിള്ളേർ വന്നേക്കുന്നത്, അടിയെടുക്കും. ഞാൻ പറഞ്ഞു, നീ അവരെ പിടിച്ചു നിർത്ത എങ്ങനെയെങ്കിലും സോരാ, ഞാനൊന്ന് നോക്കട്ടെ. തപ്പിപ്പോയി കഷ്ടപ്പെട്ട് ഒരു തരത്തിൽ പാസ്റ്ററെ ബന്ധപ്പെട്ടു. പാസ്റ്റർ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. മോനെവിടെ ജോലിക്ക് പോയതാ. ഞാൻ പറഞ്ഞു, പ്രശ്നമാണ്, പോലീസ് വരും, സഭയിൽ പോലീസ് കയറും. തീർന്നില്ലേ? ഒരു കാര്യം ചെയ്യും, പാസ്റ്റർ പെട്ടെന്ന് ഇങ്ങോട്ട് പോവാം, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. പാസ്റ്ററെ, പൊന്നു പാസ്റ്ററെ, ശനിയാഴ്ച രാത്രിയില്ല, വണ്ടിക്കൂലിക്ക്. ഞാൻ പറഞ്ഞു, വണ്ടിയില്ല, ഒരു ടാക്സി പിടിച്ചു പോവാ, പൈസയില്ല. അത് നിങ്ങൾ ഈ എറണാകുളത്തിൻ്റെ സിറ്റി ചർച്ചിൻ്റെ അവസ്ഥയല്ല. ഗ്രാമങ്ങളിൽ ആകെപ്പാടെ പാസ്റ്ററുടെ കയ്യിൽ പൈസ വരുന്ന ഒരേ ദിവസം എന്നാ? ചണ്ടയില്ല. അന്നൊരു ഞെളിഞ്ഞൊരു പോക്കുണ്ട്. തിരിച്ച് ചെല്ലുമ്പോൾ ഉച്ച കഴിഞ്ഞ് ഇവർ വീട്ടിലോട്ടൊക്കെ പോകുമ്പോൾ കാണുന്ന രസമാണ്. ബേക്കറിയിൽ നിന്ന് ഒരു പപ്സ് ഒരു പെപ്സിയൊക്കെ മേടിച്ച് കൊടുക്കും. ഒറ്റ ദിവസമേ ഉള്ളൂ. എന്നാ ഞായറാഴ്ചയാണ്, അത് വലിയൊരു ദിവസമാണ്. ഞാൻ പറഞ്ഞു, എന്നാൽ ഞാൻ വരും. ഞാൻ രാത്രി വണ്ടി വെട്ടി പാസ്റ്ററെ കൊണ്ടുവന്ന്, പാസ്റ്ററെ അമ്മാമ്മ എല്ലാം കൂടെ വിളിച്ചുകൊണ്ട് വന്നിട്ട് രാത്രി ഈ പെണ്ണിൻ്റെ സ്ഥലത്ത് തപ്പിപ്പോയി. അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ പോയി, SP ഓഫീസിൽ പോയി, അവിടുത്തെ പിന്നെ ഇവരുടെ പോലീസ് സ്റ്റേഷനിൽ പോയി. ഞാൻ വീട്ടിൽ വരുമ്പോൾ 4 മണിയായി. പിറ്റേ ദിവസം ഞായറാഴ്ച. എന്തിനാ? എനിക്കൊരാവശ്യമില്ല എന്ന് പറഞ്ഞാലും നമ്മുടെ സമൂഹത്തെ നമ്മൾ എന്ത് ചെയ്യണം? സമൂഹത്തെ എന്ത് ചെയ്യണം? സ്നേഹിക്കണ്ടേ? ഒരു ദൈവസഭയ്ക്ക് ദോഷം വരുന്ന ഒരു കാര്യവും ചെയ്യാൻ പാടില്ല. അപ്പോൾ ഞാൻ അന്വേഷിച്ച് മനസ്സിലായത്, ഈ ഒരു പെങ്കൊച്ചും ഈ ചെറുക്കനും കൂടെ സ്നേഹമായി. ഇപ്പം നാട്ടുകാരും വീട്ടുകാരും എല്ലാം കൂടെ ഇടപെട്ട് അവസാനം വീട്ടിൽ വന്നപ്പോൾ എല്ലാവരും കൂടെ പറഞ്ഞു, ഇത് ഞരന്ത് പോലൊരു കൊച്ച, എന്നെ കണ്ട ഒരു പെണ്ണാന്ന് തോന്നണ്ടേ? ഒരു കാര്യം ചെയ്യും, 1 വർഷം ഇവിടെ നിൽക്കട്ടെ, അപ്പോൾ ആ കോഴ്സ് അങ്ങ് പൂർത്തീകരിക്കട്ടെ. അതിനിടയ്ക്ക് അമ്മ നല്ലപോലെ പൊളുമ്പടിയും ഫാക്ടംബോസും ഒക്കെ കൊടുത്ത് ഇത് നന്നാക്കി, കണ്ടാൽ എന്താന്ന് തോന്നണം, ഒരു പെണ്ണാന്ന് തോന്നണ്ടേ? അതിന് പുളുമ്പടിയും ഫാക്ടംബോസും പഴങ്കഞ്ഞിയും തൈരും ഒക്കെ കൊടുക്കാൻ വേണ്ടി 1 വർഷം നിർത്തി. ഈ പെണ്ണ് എപ്പോഴും ആരെ വിളിച്ചോണ്ടിരിക്കുക? ചെറുക്കനെയാ. ഈ ചെറുക്കനെ വിളിക്കുമ്പം നിൻ്റെ അമ്മയുടെ കുറ്റം പറയല്ലേ. അഥവാ കല്യാണം നടന്നാലും അവൻ അമ്മയെ പിണക്കായിരിക്കും. ഈ വീട്ടിലെ കുറ്റം ഒന്നും ആ വീട്ടിൽ പറയല്ലേ. ഇതെല്ലാം പറഞ്ഞു. ഇപ്പം ഈ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ സന്ധ്യയ്ക്ക് ജോലി ചെയ്യാൻ പറഞ്ഞു, പഠിക്കത്തുമില്ല, ഫോൺ ചെയ്യും. അമ്മ ഒറ്റ അട്ടി വെച്ച് അട്ടി കൊടുക്കത്തില്ലേ? തള്ള ചവിട്ടിയാ പിള്ളാരെ ചവിട്ടല്ലേ, തള്ള ചവിട്ടല്ലേ. ഇവളെന്ത് ചെയ്തു? അവനെ ഫോൺ ചെയ്തു, വാടാ എന്നെ തള്ള തല്ലിക്കൊല്ലുന്നോ. അവനിങ്ങ് വന്നു ബൈക്കിൽ. ആരുടെ എൻ്റെ പെണ്ണിനെ തല്ലുന്നേ? ഏത് സ്റ്റൈലിലാണെന്നറിയാമോ? അറിയത്തില്ലേ? അറിയാം. വന്നവൻ ഒറ്റയടി ഡൈനിങ് ടേബിൾ അടിച്ചങ്ങ് ഓടിച്ചു. അമ്മ വന്നു, ഒറ്റയടി അമ്മ താഴെ പോയി. അച്ചായൻ വന്നു, വലിച്ച് കറക്കി അവൻ എറിഞ്ഞു. ബടി അവിടെ കയ്യെ പിടിച്ചു, അവൻ്റെ ബൈക്കെ കയറി പോയി. അപ്പനെ അമ്മയും തല്ലി താഴെയിട്ട് കുഞ്ഞിനെ പിടിച്ചോണ്ട് എന്ത് ചെയ്തേക്കുക? പോയേക്കുക. എന്തിനു കീഴ്പ്പെട്ടില്ല? ഇവളെ വീട്ടിൽ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അറിയുന്ന ഗർഭിണിയാണ്. അവൾ 3 മാസം ഗർഭിണിയായിരിക്കുമ്പോൾ അവൻ ചത്തുപോയി ആക്സിഡൻറ്റിൽ. 17-18 വയസ്സ്. ഇനി അവളെങ്ങനെ ജീവിക്കും? ഒരു കൊച്ച്. ഈ കൂട്ടുകാരെല്ലാം കൂടെ വലിയ റാലിയെ ബൈക്കേ വന്നുകൊണ്ട് കാര്യമാവും? ഇല്ല. എന്തിനു കീഴ്പ്പെടാഞ്ഞതാണ്? അധികാരത്തിന് കീഴ്പ്പെടാഞ്ഞതാണ്.
അപ്പോൾ എപ്പോഴും എന്തിന് കീഴ്പ്പെട്ടോണം? അധികാരത്തിന് കീഴ്പ്പെടണം. ദൈവം സഭയിലാക്കി വെച്ചിരിക്കുന്ന അധികാരി ആരാ? പാസ്റ്ററാണ്. ദി ഡിവൈൻ അതോറിറ്റി. ഒരു തരത്തിലും യോജിക്കാൻ ഒക്കത്തില്ലെങ്കിൽ ഒരു മുറിവുണ്ടാക്കാതെ മാറിക്കോണം. പക്ഷേ നിന്ന് ഫൈറ്റ് ചെയ്യരുത്. അധികാരത്തിൽ എന്ത് ചെയ്യണം? പൗരോഹിത്യ മതത്തിൻ്റെ ഭീഷണിയൊന്നും അല്ലിത്. ശാപം വരുമെന്നൊക്കെ പറഞ്ഞ് പൗരോഹിത്യ മതത്തിൻ്റെ ഭീഷണിയൊന്നും അല്ല. അപ്പനും അമ്മയ്ക്കും കീഴ്പ്പെട്ടിരിക്കണം മക്കളെ. വിയോജിക്കാം, കാര്യങ്ങൾ പറയാം, പക്ഷേ അധികാരത്തിന് എന്ത് ചെയ്തിരിക്കണം? കീഴ്പ്പെട്ടിരിക്കണം. എത്ര വലുതായാലും. ഞാനൊരു അച്ഛൻ്റെ ഒരു സാക്ഷ്യം കേട്ടെ. ജിനു അച്ഛനാ. അച്ഛൻ ഈ യൂത്ത് കോൺഫറൻസ് ഒക്കെ നടത്തുന്ന ഒരു സെലിബ്രിറ്റി, ഒരു വലിയ നല്ല എല്ലാവരുടെയും ഒരു മിടുക്കനാ. അപ്പോൾ അച്ഛൻ്റെ ഒരു സാക്ഷ്യം കേട്ട് എനിക്കതങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ അച്ഛന്മാരെല്ലാം കൂടെ വന്നിരിക്കുന്ന ഒരു സദസ്സിൽ അച്ഛന്മാരെല്ലാം കൂടെ ഇത് കഴിഞ്ഞിട്ട് ഒത്തിരി പേര് ഫോട്ടോ എടുക്കാൻ വന്നിരിക്കുന്നു, അച്ഛനോടൊപ്പം സെൽഫി എടുക്കാൻ നിൽക്കുന്നു. അച്ഛൻ്റെ കൂട്ടുകാരച്ഛന്മാർ വന്നിരിക്കുന്നു. അച്ഛൻ ഫോട്ടോ എടുക്കുമ്പോഴല്ല അച്ഛൻ്റെ അമ്മ വന്ന് ഇങ്ങനെ നിൽക്കുക. അച്ഛൻ്റെ അമ്മ വന്ന് ഇങ്ങനെ നിൽക്കുക. അമ്മ മാറാൻ ഫോട്ടോ എടുക്കുക. എന്ത് ചെയ്താൽ മാറത്തില്ല. അച്ഛന്മാരെല്ലാം കൂടെ ഫോട്ടോ എടുക്കുമ്പോൾ ഈ അമ്മ കയറി ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഒടുവിൽ അച്ഛൻ ദേഷ്യം വന്നിട്ട് പറഞ്ഞ് അമ്മ മാറാൻ മോശമാണോ. അപ്പോൾ അമ്മ എല്ലാം എന്നിട്ടും മാറിയില്ല. പിന്നെയും ഫോട്ടോ എടുക്കുമ്പോൾ ഓടി വന്നിരിക്കും. അവസാനമാണ് അമ്മ പറയുന്നത്, എടാ എല്ലാ അച്ഛന്മാരുടെയും കുപ്പായം എന്നല്ല, നിന്റെ കണ്ടോ, നീ ശ്രദ്ധിച്ചില്ല, ഇത്രയും ഭാഗത്ത് ചെളിയ, അത് മറയ്ക്കാനാണ് ഇവർ ഈ മുമ്പിൽ കയറി നിൽക്കുന്നത്. അത്രയും കുപ്പായത്തെ ചെളിയുണ്ട് ഇവിടെ. അച്ഛനറിഞ്ഞില്ല, അത് മറയ്ക്കാനാ ആര് കയറി നിൽക്കുക? അമ്മ നിൽക്കുക. അപ്പോൾ കൊച്ചുങ്ങൾ എത്ര ഉയർന്നാലും കുശുമ്പില്ലാത്ത ഒറ്റയാളേ ഉള്ളൂ. ആരാ? അപ്പനാ. എൻ്റെ കൂട്ടുകാരി ചിലപ്പം കൂടോത്രം ചെയ്യും, കൈവശം തരായിരിക്കും. പക്ഷെ കുഞ്ഞിന് കൈവശം കൊടുക്കാത്ത ഒറ്റയാളേ ഉള്ളൂ. ആരാ? അമ്മയാ. അപ്പം അതുകൊണ്ടാണ് ആർക്കും മത്സരിക്കരുത്. അധികാരത്തിന് മത്സരിക്കരുത്. ശരിയല്ലേ? അധികാരത്തിന് എന്ത് ചെയ്യരുത്? മത്സരിക്കരുത്. ചേർന്ന് പറഞ്ഞ്, അധികാരത്തിന് മത്സരിക്കരുത്. ഡിവൈൻ അതോറിറ്റിയാണ്. അമ്മായിമ്മയാണെന്ന് വെച്ചു, അമ്മായിമ്മയോട് വഴക്കടിക്കാൻ പോകരുത്. അമ്മായിമ്മയും നിങ്ങളും തമ്മിൽ ജനറേഷൻ ഗ്യാപ്പുണ്ട്. നിങ്ങൾ ടൂറ് പോകുന്ന പോലെ അമ്മായിമ്മ പോത്തില്ല. നിങ്ങൾ ഹോട്ടലിൽ പോയി കഴിക്കുന്നവർക്ക് ഇഷ്ടമില്ല. എന്നാ കാരാന്നറിയാവും? അവരങ്ങനെ ശീലിച്ചതല്ല. അവർക്ക് ഇന്ന് പൈസ കളയാൻ ഒക്കത്തില്ല. അവർ ചുരുക്കി ജീവിച്ചതാണ്. അതുകൊണ്ട് രാവിലെ ഞങ്ങളിന്ന് വൈകിട്ട് കുഴിമന്തി കഴിക്കാൻ പോകാമെന്ന് പറഞ്ഞാൽ അമ്മച്ചിക്ക് സങ്കടമാണ്. എടി എന്തിനാണ് ഈ ഇപ്പം മന്തി? ചോദിക്കത്തില്ലേ? ചോദിക്കും. ഞങ്ങളൊരിടത്തൊക്കെ വരുമ്പോൾ എല്ലാവരും കൂടെ കരിക്കൻ ഷേക്ക് കുടിക്കാൻ കയറി. 8-10 പേരുണ്ട്. അമ്മച്ചി പറഞ്ഞ് എല്ലാവരും വണ്ടിക്കകത്ത് കയറിക്കേ, എല്ലാവരും വണ്ടിക്കകത്ത് കയറിക്കേ. എല്ലാവരെയും കയറ്റി 3 കരിക്ക് മേടിച്ചുകൊണ്ട് വന്ന് 10 പേർക്ക് ഷേക്ക് അടിച്ചു കൊടുത്തു. 3 കരിക്കിന് 30 രൂപ. 10 പേര് ഷേക്ക് കുടിച്ചാൽ 300 രൂപ. 30 രൂപ അമ്മച്ചി തീർത്ത് പരിപാടി. ഒരു കവർ പാല് മേടിച്ചു. അമ്മച്ചി ഏതാണ്ടൊരു അമ്മച്ചിയുടെ രീതി അടിപൊളി ഷേക്ക്. അത് അമ്മച്ചിക്ക് 300 രൂപ പോകുന്ന സങ്കടമുണ്ട്. അതുകൊണ്ട് ചിലപ്പം പിടിച്ചെന്നൊക്കെ വരും. എന്നാലും ഈ അമ്മായിമ്മയോട് ഉതയ്ക്കാൻ പോവല്ലേ. എന്നാ കാര്യം എന്നറിയാവും? അധികം നാൾ കഴിയുമ്പോൾ അവർ ചത്തുപോക്കുള്ളൂ. ഏതായാലും അവർ ഇത്രയും നാളും ജീവിക്കാനൊന്നും പോകുന്നില്ല. അല്പകാലത്തേക്കുള്ള ലഘുവായ കഷ്ടം കണ്ടോ? അവരൊക്കെ ഫ്രീ ആയോ? ഫ്രീ ആയിട്ടിരിക്കുക. ഫ്രീ ആയോ? ഫ്രീ ആയോ? ഇല്ല. അല്പകാലത്തേക്കുള്ള ഓർത്താൽ മതി. അത്യന്തം അനവധിയായി തേജസ്സിൻ്റെ നിത്യകാലമായിട്ടൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് അവരെ ഞാനെല്ലാം വരുമ്പോൾ കൊണ്ടും പറയും. അവർ പറയുന്ന എല്ലാം കേൾക്കണം. പക്ഷെ ഒരിക്കൽ പോലും തിരിച്ചു പറയരുത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാവൂ. പക്ഷെ എന്ത് പറയരുത്? തിരിച്ചു പറയരുത്. 2 എല്ലാം അങ്ങ് ചോദിച്ചേക്കണം. അമ്മച്ചി പൊയ്ക്കോട്ടെ, അമ്മച്ചി ഒന്ന് പോവാം, അമ്മച്ചി എന്ന് ചോദിച്ചാൽ അമ്മച്ചി എന്നൊക്കെ വാ നിറച്ച് എന്ത് ചെയ്തേക്കണം? അവരെ നമ്മൾ ഫ്ലാറ്റാക്കണം. അവർ ഫ്ലാറ്റായില്ലെങ്കിൽ
നമ്മുടെ ജീവിതത്തിൽ എന്നും പ്രശ്നമായിരിക്കും. അതിന് നിറച്ചങ്ങ് വിളിക്കണം. അമ്മ 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 അമ്മച്ചിൻ്റെ എന്തെങ്കിലുമൊക്കെ അങ്ങ് വിളിക്കണം. അവർ ഓക്കെ ആവും. ഒരു 99% ഓക്കെ ആവും. പിന്നെ ഒരു 1% വട്ട് പിടിച്ചൊക്കെ ഉണ്ട്. അത് പിന്നെ മാനസിക രോഗിയാണെന്ന് വെക്കുക. അതിപ്പോൾ നമുക്കൊന്നും ചെയ്യാനൊക്കെ ചിലപ്പോൾ അത് സൈക്കോളജിക്കൽ ഇഷ്യൂസൊക്കെ കാണും. 99% ഫ്ലാറ്റാക്കാം. നിറച്ചങ്ങ് വിളിക്കണം. അങ്ങ് ഒരുക്കി കൊടുക്കുകയും അമ്മച്ചി സാരി കൊടുക്കുമ്പോൾ ഒന്ന് ഫ്ലാറ്റ് എൻ്റെ ഇതൊക്കെ ഒന്ന് അതൊക്കെ ഒന്ന് പിടിച്ചിട്ട് കൊടുക്കുകയൊക്കെ ചെയ്താൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു കാര്യം ഓർക്കുക, സഹിച്ചാൽ കൂടെ വാഴാം, സഹിച്ചാൽ കൂടെ വാഴാം. അതുകൊണ്ട് ഒരു പിള്ളേർ ഇറങ്ങിപ്പോകരുത്. ഗതികേട് കണ്ടോ ചത്തു പോകാതിരിക്കുകയാണെങ്കിൽ ക്യാൻസൽ ചെയ്തേര്. എവിടെങ്കിലും ഉണ്ടോ വല്ലോ ഉണ്ടോ? ഇത് ചക്കര ഉണ്ടോ? ഉണ്ടോടാ? നമുക്ക് പറ്റാത്തതൊന്നും പാടില്ല കേട്ടോ. സഹിച്ചാൽ കൂടെ വാഴ. അപ്പം അധികാരത്തിന് എന്ത് ചെയ്തിരിക്കണം? കീഴ്പ്പെട്ടിരിക്കണം. സ്വത്രം ചെയ്തേ. അധികാരത്തിന് ഞാൻ വലിയ ദേവീസഭയുടെ ശുശ്രൂഷകനാണ്. ഞങ്ങളുടെ തമ്പിയപ്പച്ചൻ മരിച്ചുപോയി. സീരിയസ് ആയിട്ടുള്ള ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, സ്വാഭാവികമായ. പക്ഷേ എനിക്ക് ഭയങ്കര ഒരു പ്രാഗൽഭ്യമുണ്ട് ഒരു കാര്യത്തിൽ. ഈ നിമിഷം വരെ ഞാൻ മാറി എന്ന് പറഞ്ഞാലും തമ്പിച്ചാണ്ട് ഒരൊറ്റ അക്ഷരം പറഞ്ഞിട്ടില്ല. ഒറ്റ അക്ഷരം പറഞ്ഞിട്ടില്ല. ദൈവകൃപയാ ഒരക്ഷരം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്കൊരു വലിയ സമാധാനം ഉണ്ടായി. അത് ചെറിയൊരു കാര്യമല്ല. തമ്പിച്ചാൻ മരിക്കുന്നതിന് കുറച്ച് ദിവസം മുമ്പ് ഞങ്ങളുടെ കല്യാണത്തിന് റാന്നി ഭാഗത്ത് അപ്പുറത്തങ്ങാണ്ട് പോയിട്ട് പുള്ളിക്ക് അവിടുന്ന് കഴിക്കാതെ ഒരു 3 മണിയായപ്പം വീട്ടിൽ വന്നു. അപ്പോൾ നമ്മൾ പെട്ടെന്ന് വന്നുകൊണ്ട് അന്നേരം ഒത്തിരി പേരുണ്ടായിരുന്നു വീട്ടിൽ. ആ സത്യത്തിൽ ചോറില്ലായിരുന്നു. പെട്ടെന്ന് നിന്ന് ഞാൻ കല്യാണത്തിനൊന്നും കൂടാതെ ഇനി വന്നാ. എന്നിട്ട് എൻ്റെ ഭാര്യയോട് പറഞ്ഞു, നിൻ്റെ കൈ കൊണ്ട് ഇച്ചിരിക്ക് ചോറിനോടി അതിന് ഞാനിങ്ങനെ പോകുന്ന. നമ്മൾ 5 മിനിറ്റ് കൊണ്ട് അതെല്ലാം റെഡിയാക്കി അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം പോയി അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ചെയ്ത്. എന്നാലും 3 മണിയായപ്പോൾ നിൻ്റെ കൈ കൊണ്ട് എനിക്ക് ചോറ് വേണമെന്ന് പറഞ്ഞ് വീട്ടിൽ വന്ന് കഴിച്ച് നമുക്ക് കെട്ടിപ്പിടിച്ചൊരു ഉമ്മയും കൊടുത്ത് അനുഗ്രഹവും കൊടുത്തിട്ട് പോയി. നമുക്കെന്തെങ്കിലും നഷ്ടമുണ്ടോ? ഇല്ല. ഞങ്ങളുടെ മറിയാൻ വേണ്ടി മരിച്ചുപോയി. ലാസ്റ്റ് പങ്കെടുത്ത ആരാധന ഞങ്ങളുടെ ആരാധനയാണ്. അപ്പോൾ ഞങ്ങൾ വയ്യാഞ്ഞിട്ടും കൊണ്ടുവന്നു. എൻ്റെ കൂടെ ഒരു ഏബലുണ്ട്. പുറയിലുണ്ടോ എന്നറിയത്തില്ല. ഏബൽ പുറയിലുണ്ടോ? ഉണ്ടോ? ഇല്ല. ഉടം വരെ പോയേക്ക്. അവർ നല്ല കുറേ പിള്ളേരുണ്ട്. അവരെല്ലാം കൂടെ കസേര ഇരുത്തി എടുത്തുകൊണ്ട് വന്ന് ആരാധനയ്ക്ക് ഇരുത്തി അവിടുന്ന് കസേര ഇരുത്തി തിരിച്ചു കൊണ്ടുപോയി. ലാസ്റ്റിലെ ആരാധന ഒക്കെ ചെറിയൊരു കാര്യമാണോ? അല്ല. അപ്പോൾ എപ്പോഴും എന്തിനു കീഴ്പ്പെട്ടിരിക്കണം? അധികാരത്തിന്. ഞാൻ എന്തിന് കീഴുള്ളവൻ? അധികാരത്തിന് കീഴുള്ളവൻ. ഒന്നുകൂടെ പറഞ്ഞേ. അധികാരത്തിന് നമ്മൾ കീഴ്പ്പെട്ടാലേ നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ? നമ്മൾ കീഴ്പ്പെട്ടാലേ ആർക്ക് കീഴ്പ്പെടത്തുള്ളൂ? നമുക്ക് കീഴ്പ്പെടത്തുള്ളൂ. നമ്മൾ കീഴ്പ്പെട്ടാലേ നമുക്ക് കീഴ്പ്പെടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അധികാരത്തിന് കീഴ്പ്പെട്ട്. അപ്പം ശതാധിപൻ്റെ വീട്ടിൽ കർത്താവ് അത്ഭുതം ചെയ്തു. ഒന്നാമത്തെ കാര്യം, ആരാണ്? യോഗ്യൻ. രണ്ടാമത്തെ കാര്യം, ജനത്തെ സ്നേഹിക്കുന്നു. മൂന്നാമത്തെ കാര്യം, അവിടെ പ്രശ്നങ്ങളിൽ എന്ത് ചെയ്തു? ഇടപെട്ടു. നാലാമത്തെ ക്വാളിറ്റി, തനിക്ക് താൻ തന്നെ എന്തെന്ന് തോന്നിയില്ല. സെൽഫ് ബൂസ്റ്റിംഗ് ആയിരുന്നോ? അല്ല. അപ്പം തന്നെ തൻ്റെ കുറവുകളെ, അയോഗ്യതകളെ എന്ത് ചെയ്തു? കണ്ടു. അഞ്ചാമത്തെ ക്വാളിറ്റി, എന്തിന് കീഴ്പ്പെട്ടിരുന്നു? അധികാരത്തിന് കീഴ്പ്പെട്ടിരുന്നു. ആറാമത്തെ ഒരു ക്വാളിറ്റി, നീ എനിക്ക് എന്തല്ല? ഭാരമല്ല. ഒരു വയ്യാതെ വന്ന സഹോദരൻ എനിക്ക് എന്തല്ല? ഭാരമല്ലെന്നുള്ള ആറ്റിറ്റ്യൂഡ്. നീ എനിക്ക് എന്തല്ല? ഭാരമല്ലെന്ന ആറ്റിറ്റ്യൂഡ്. ഇന്ന് മനുഷ്യർക്ക് എല്ലാവരും ഒരു ഭാര, കിടപ്പിലായിപ്പോയ ഒരു ഭാരമാണ്. ഒരു വർഷമൊക്കെ ആകുമ്പോൾ വർഷങ്ങൾ നോക്കിയിട്ടുള്ളവരെ എനിക്കറിയാം. വർഷങ്ങൾ, ജീവച്ഛവം പോലെ. ഞാനൊരിടത്ത് വെച്ച് ഒരു പെൺകുട്ടിയെ കണ്ടു. അവിടെ ഒരു ചൂട് രാജ്യത്താണ്, പക്ഷെ സ്വെറ്റർ ഇട്ടേക്കുന്നു. എനിക്കെന്തോ ഒരു ബുദ്ധിമുട്ട്. ഞാനിങ്ങനെ സംസാരിച്ചപ്പം ചോദിച്ചു, കല്യാണം കഴിഞ്ഞതാ? മക്കൾ ഉണ്ടോ? ഇല്ല. പിന്നെ എനിക്ക് ചോദിക്കണമെന്നുണ്ട്, ഡിവോഴ്സാണോ? ചോദിക്കാൻ ഒരു മടി. എന്നാലും കുറച്ച് കഴിഞ്ഞാൽ പറഞ്ഞു, ഭർത്താവുണ്ട്, കിടപ്പ, 13 വർഷമായി, കോമായില്ല. ഭർത്താവിനെ നോക്കാൻ വേണ്ടി അവൾ ജോലിക്ക് വന്നിരിക്കുക.
കളഞ്ഞോ? ഇല്ല. നീ എനിക്ക് എന്തല്ല, ഭാരമല്ല. മാതാപിതാക്കളോടൊക്കെ ചിന്തിക്കാൻ കഴിയണം. വയ്യാത്ത മാതാപിതാക്കൾ എനിക്ക് ആരല്ല, ഭാരമല്ല. വയ്യാത്ത ഒരു കൂടപ്പുറപ്പുണ്ടെങ്കിൽ എനിക്ക് ആരല്ല, ഭാരമല്ല. ജീവിത പങ്കാളിക്ക് അസുഖം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ എന്തല്ല, ഭാരമല്ല. എൻ്റെ പൊന്നു പാസ്റ്ററേ, ഇവളെ കൊണ്ട് മടുത്ത് എഴുന്നേറ്റ് നടക്കാൻ വയ്യ എന്ന് പറയില്ലേ. അവൾ എനിക്ക് ആരല്ല, ഭാരമല്ല. അദ്ദേഹം എനിക്ക് ആരല്ല, ഭാരമല്ല. അപ്പം നോക്കപ്പെടേണ്ട ആളുകൾ നീ എനിക്കൊരു ഭാരമല്ലെന്ന് ചിന്തിച്ച് ഒരു വലിയ മനുഷ്യൻ്റെ ചരിത്രത്തെ വേദപുസ്തകത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമാക്കി. ഇങ്ങനെയുള്ളവരെന്നും വേദപുസ്തക ചരിത്രത്തിൻ്റെ ഭാഗമാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വാക്കുകൊണ്ട് ആ വീടിന് എന്ത് വരികയാ? സൗഖ്യം പറയുക. വാക്കുപോലും പറഞ്ഞില്ല. യേശു നോക്കിയിട്ട് പറഞ്ഞു, ഇസ്രായേൽ കൂടി ഇങ്ങനെയുള്ള വിശ്വാസം ഞാൻ എന്ത് ചെയ്തിട്ടില്ല, കണ്ടിട്ടില്ല. അവൻ എന്ത് വന്നു? സൗഖ്യം വന്നു. അടുത്ത സംഭവം കാണുന്നത് നയീം പട്ടണത്തിലെ വിധവയാണ്. വിധവ വരികയാണ്. വിധവ വൈദവത്യമാണ്. ഒരു നസ്രാണി കൾച്ചറുണ്ട്. ടൗൺ കൾച്ചറാണോന്ന് എനിക്കറിയത്തില്ല, ഉണ്ടോയെന്ന്. എങ്കിലും കുടിയേറി വന്നവരല്ലേ ഭൂരിപക്ഷവും. ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടില്ല, ഇപ്പോഴും ഈ പ്രസവത്തിനൊക്കെ വിളിക്കാൻ വീട്ടിൽ നിന്ന് പോകും. ചടങ്ങാ, കേട്ടിട്ടില്ലേ? പ്രസവത്തിന് വിളിക്കാൻ പോകുമ്പോൾ ആരെ കൂട്ടത്തില്ല? പറഞ്ഞു. ആ, മകൾക്കറിയോ? വിധവ പോയാൽ എന്നെ പ്രസവിക്കത്തില്ലേ? എനിക്കറിയാൻ വേണ്ടി ചോദിക്കുക. വിധവ പോയാൽ ഉടനെ ആ സ്ത്രീ പ്രസവിക്കത്തില്ലേ? പക്ഷേ പ്രസവത്തിന് വിളിക്കാൻ പോകുമ്പോൾ നസ്രാണി, ക്രിസ്ത്യാനി, സുറിയാനി കൊണ്ടുപോകത്തില്ല. ആരെ? പിന്നെന്തിനാ നാട്ടുകാരെ കുറ്റം പറയുന്നത്? എന്തിനാ ഈ വിധവയെ കൊണ്ടുപോകാത്തേ? വൈദവത്യം ശാപമായിട്ട് കണ്ടൊരു കാലം. അവൾ പിന്നെയും ചുരുങ്ങി. ഒന്നാമത് ഈ സഹോദരിമാരുടെ ജീവിതം ചുരുങ്ങിയതാ അല്ലേ? ജീവിതം ചുരുങ്ങിയല്ലേ? സഹോദരൻ്റെ പേരിനാ. കേരളത്തിൽ എത്ര പാർലമെൻറ്റ് മണ്ഡലമുണ്ട്? ഏത് മണ്ഡലത്തിലാണ് ജീവിക്കുന്നത്? ഏത് പാർലമെൻറ്റ് മണ്ഡലത്തിലാണ് സൗകര്യം? ഏത് പാർലമെൻറ്റ് മണ്ഡലത്തിലാണ് വോട്ട് ചെയ്യാൻ പോകുന്നത്? അറിയത്തില്ല. അറിയോ? ഏത് പാർലമെൻറ്റ് മണ്ഡലത്തിലാണ്? വോട്ടുണ്ടോ? എവിടാ? ഏത് മണ്ഡലമാണ്? ഏത് മണ്ഡലത്തിലാണ് വോട്ട് ചെയ്യുമെന്ന് അറിയത്തില്ല. രണ്ടുപേരിലേക്ക് ഇംഗ്ലീഷ് അറിയാം. UDF കാൻഡിഡേറ്റ് ആരാ? LDF കാൻഡിഡേറ്റ് ആരാ? NDA എന്ന് പറഞ്ഞാൽ അറിയാമോ? അറിയോ? കാൻഡിഡേറ്റ് ആരാ? അറിയത്തില്ല. പറഞ്ഞിട്ട് കാര്യമില്ല. സന്തോഷിക്കണം. അവരുടെ ലോകം ചെറുതാ. സ്ത്രീയുടെ ലോകം എന്നും ചെറുതാ. അച്ഛനറിയാമോ UDF കാൻഡിഡേറ്റ് ആരാന്ന്? LDF കാൻഡിഡേറ്റ് ടീച്ചർ. ഞാൻ എറണാകുളംകാരനല്ല, ഷൈനി ടീച്ചർ. ഷൈന എന്തോ ടീച്ചറാ അല്ലേ? BJP അല്ല, BJP കാൻഡിഡേറ്റ് പ്രഖ്യാപിച്ചില്ല. എറണാകുളത്ത് പ്രഖ്യാപിച്ചില്ല. ഓക്കെ. എനിവേ, ഇവരെ കുറ്റം പറയല്ലേ, കളിയാക്കിയതല്ല. എൻ്റെ ഭാര്യയ്ക്കും അറിയത്തില്ല. എന്നോട് വന്ന് ചോദിച്ചു, പറയത്തില്ല. ലൈവാ, വീട്ടിൽ ചേരേണ്ടതാ. കാരണം ഈ പഞ്ചായത്ത് മെമ്പറായ ഒരു സഹോദരിയോട് പറഞ്ഞ് കേരള കോൺഗ്രസ് ടിക്കറ്റാ. ഞാൻ ചോദിച്ചു ഏത് ഗ്രൂപ്പാണ്? മെമ്പറാ, ജയിച്ചതാ. അവരുടനെ ഭർത്താവോട് ചോദിക്കുന്നത് ഏത് ഗ്രൂപ്പാണ്? അവർക്കിതൊന്നും അറിയത്തില്ല. ഞാൻ അവരെ കുറ്റം പറയില്ല. സ്ത്രീയുടെ ലോകം ചെറുതാ. അതിനകത്ത് ആരുണ്ട്? ഭർത്താവ്, ഭാര്യ, പിള്ളേർ. പട്ടിയുണ്ടോ? ഉണ്ടോ? ഇല്ല. പൂച്ചയുണ്ടോ? ഇല്ല. ചെടിയുണ്ടോ? ഉണ്ടോ? ചെടിയുണ്ടോ? മാക്സിമം ഭർത്താവും ഭാര്യയും പിള്ളേരും പിന്നെ ചെടിയും. അത്രയൊക്കെ ഉള്ള ലോകമേ ഉള്ളൂ. ആരുടെ? ഭാര്യയുടെ. പിന്നെ കുറേ ചുരിദാറും. കുറ്റമല്ല. നിങ്ങളിങ്ങനെ ചുരുങ്ങിയത് കൊണ്ടാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. നമ്മൾ നാട്ടിൽ മുഴുവൻ ചിന്തിക്കുമ്പോൾ അവരെ എന്തിനെക്കുറിച്ച് ചിന്തിച്ചു? വീടിനെ, കൊച്ചിൻ്റെ പരീക്ഷ, കൊച്ചിൻ്റെ ഫീസ്, കൊച്ചു അടുത്ത വർഷം എന്തതിനും പോകണം. ഇതെല്ലാം ചിന്തിക്കുന്ന ആരാ? അമ്മയാ? അച്ഛനാണോ? അല്ല. അതുകൊണ്ടാണ് പറയുക, ഇങ്ങനെ ഒരു ചിന്തയില്ലാതെ നടക്കുന്ന ഒരു മനുഷ്യനെ കണ്ടോ? ചിന്തയില്ലാതെ നമ്മൾ നടക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്യുന്നതുകൊണ്ടാണ്? ചിന്തിക്കുന്നതുകൊണ്ടാണ്. നിങ്ങളുടെ ലോകം ആരാ? വീടാ. ഈ വീട് ലോകമായിരിക്കുന്ന സ്ത്രീ, അവിടെ ലോകം ചെറുതാ, വലുതല്ല, ചെറുതാ.
ആ ചെറുതായ അല്ല ഈ സഹോദരിമാരെ ചോദിച്ചുകൊണ്ട് നിങ്ങൾ ചിരിക്കണ്ട, ചോദിക്കണോ? എല്ലാം അറിയാവുന്ന പാപത്തിലായിരിക്കും. ചോദിച്ചാൽ ആർക്കും അറിയത്തില്ല. ആരുടെ സഹോദരി ത്രിതല തെരഞ്ഞെടുപ്പിനെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയാമോ? സഹോദരി പൗരത്വ ബില്ലിനെ കുറിച്ചുള്ള പറഞ്ഞിട്ട് കാര്യമില്ല. പട്ടണമാണെങ്കിലും ഗ്രാമമാണെങ്കിലും സംഭവമല്ല. അല്ല പിന്നെ അതുപോലെ രാഷ്ട്രീയ ബോധമൊക്കെ ഉള്ളവരായിരിക്കണം. കുറവാ, കുറ്റമല്ല. ആണോ? അല്ല. സ്ത്രീയുടെ ലോകം എന്താ? ചെറുതാ. അതിനകത്ത് ഇവരൊക്കെ ഉള്ളൂ. അതിനകത്ത് അവൾ വീണ്ടും ചെറുതായി. ആര് പോയി? ഭർത്താവ് പോയി. അപ്പോൾ അവൾ ആരായത്? ഇന്ന് വരെ അവൾ മിസ്സസ്സായിരുന്നു. ഇന്ന് അവൾ ആരായി? വിധവയായി. വീണ്ടും അവളുടെ ലോകം എന്തായി? ചെറുതായി. അവൾക്കൊത്തിരി മക്കളില്ല, ഒറ്റ മോനേ ഉള്ളൂ. ആരാ? ഏകജാത. വിധവയെ കൊല്ലുന്ന നാടായിരുന്നു ഇത്. സതി. എന്തായിരുന്നു സതി? ഭർത്താവ് മരിച്ച അതിനെതിരെ പോരാടിയ നവോത്ഥാന നായകൻ ആരാണ്? രാജാറാം മോഹൻ റായ്. കാരണമുണ്ടായത് ഒരു കൊച്ചു പെൺകുട്ടി ഭർത്താവിൻ്റെ ചെതയെന്ന് ചാടി രക്ഷപ്പെടാൻ നോക്കിയപ്പോൾ എല്ലാവരും കൂടെ കുത്തി വീണ്ടും എവിടെ ഇടുക? ചെതയ്ക്കകത്തിടുക. ചെതയ്ക്കകത്ത് വീഴുമ്പോൾ സതി നിരോധിച്ചപ്പോൾ സതി നടപ്പിലാക്കണമെന്ന് പറഞ്ഞ് എൻ്റെ അറിവിൽ 70,000 പേരുടെ റാലി നടത്തിയ ഒരു രാജ്യമായത്. സതി എന്തിനാ സത്യത്തിൽ? ആചാരം പിന്നെ അനാചാരമായെങ്കിലും അന്നത്തെ ആചാരം എന്തായിരുന്നു? വിധവയാ, ചെറുപ്പമാ, ഇനിയും നിനക്ക് ജീവിക്കാൻ പറ്റിയ നാടല്ലടി ഈ നാട്. അതതിൻ്റെ അർത്ഥം. നീ ജീവിക്കുന്നതിനും ഭേദം എന്ത് ചെയ്യുക? മരിക്കുക. വിധവയായ സഹോദരി 2 വട്ടം ആരോടെങ്കിലും മിണ്ടിയ പിന്നെ പേരാകുമോ? പേര എവിടെങ്കിലും പോകാനൊക്കുമോ സ്ഥിരമായിട്ട്? ഇല്ല. വലിയ ബുദ്ധിമുട്ടുകളാണ്. വൈദവത്യം, വിദേശ. ഇന്നും നമ്മുടെ രാജ്യം മനസ്സ് ചെറുതാ. അവിടെ ലോകം വീണ്ടും ചെറുതാ. അവളും മകനും മാത്രം. ഇന്ന് അതിൽ നിന്ന് ആരും പോയി? മകനും പോയി. ഇനി ആര് മാത്രം? അവൾ മാത്രം. അവിടെ ലോകം വീണ്ടും ചെറുതാകുക. ഇതറിഞ്ഞുകൊണ്ട് കർത്താവ് വരിക. ശതാധിപൻ ക്ഷണിച്ചിട്ട് പോയെങ്കിൽ വിധവയുടെ ലോകം ചെറുതായത് അറിഞ്ഞുകൊണ്ട് കർത്താവ് വന്നു. നമ്മുടെ കർത്താവിൻ്റെ പ്രത്യേകതയുണ്ട് കേട്ടോ. ഒരു മനുഷ്യൻ്റെയും ലോകം ചെറുതാകുന്നത് അങ്ങേക്ക് ഇഷ്ടമില്ല. കർത്താവ് വന്നിട്ട് അങ്ങോട്ട് കയറി ഇടപെടുക. കാരണം ഇനി അവൾക്ക് ലോകം ഇല്ല. മകനൂടെ പോയാൽ പിന്നെ ആരാ ഉള്ളേ? മകനൂടെ പോയാൽ പിന്നെ ആരുണ്ട്? ആരുമില്ല. സങ്കടമാ ജീവിതം. ഒറ്റയ്ക്ക് അവൾക്കിനി ആരുടെങ്കിലും മിണ്ടാനൊക്കൂ? ഇല്ല. വൈധവ്യ വസ്ത്രങ്ങൾ ധരിച്ച് അവൾ ജീവിക്കണം. താമർ വേശ്യാവസ്ത്രം ധരിച്ചു, ഉൽപ്പത്തി പുസ്തകം. പക്ഷെ പിന്നെ അവൾ ആ വസ്ത്രം അഴിച്ചു വെച്ച് വൈധവ്യ വസ്ത്രം ധരിച്ചു എന്ന് കാണുന്നുണ്ട്. വൈധവ്യ വസ്ത്രം ധരിച്ചുകൊണ്ട് അവൾ ജീവിക്കണം. അവിടെ വീണ്ടും ലോകം ചെറുതാകിയ തമ്പുരാൻ ഇടപെട്ടു. ഞങ്ങളുടെ സൺഡേ സ്കൂളിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പരീക്ഷ നടക്കുക. വലിയ പിള്ളേരോട് ചോദിക്കും, അല്ല എഴുതും. കൊച്ചു പിള്ളേരോട് എന്ത് ചെയ്യും? ചോദിക്കും. കുഞ്ഞിനോട് ചോദിച്ചു ടീച്ചർ, ഞങ്ങളുടെ സഭയുമായിട്ട് ബന്ധപ്പെട്ട മോനെ ലാസറിൻ്റെ വീട്ടിൽ വന്നിട്ട് കർത്താവ് എന്തോ ചെയ്തെന്ന് ചോദിച്ചു. അവൻ കുറേ നേരം നോക്കിയിട്ട് പറഞ്ഞു, എന്തോ ചെയ്തെന്നോ? കയറി അങ്ങ് ഇടപെട്ടില്ലെന്ന് ചോദിച്ചു. അതതിൻ്റെ സത്യം. നമ്മുടെ കർത്താവിൻ്റെ പ്രത്യേകത, ആരും ക്ഷണിച്ചില്ല, പക്ഷേ നിൻ്റെ ലോകം ചെറുതാകുമ്പോൾ അതിനകത്ത് കയറി ഇടപെടുന്ന ഒരു ദൈവമുണ്ട്. ഏറ്റവും വലിയൊരു കാര്യമുണ്ട്. മരണം കൊണ്ട് പോകുന്ന ഒരു റാലി എന്ത് ചെയ്യാൻ പാടില്ല. മാരേജ് പ്രൊസഷൻ പോകുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടോ? എല്ലാവരും എന്ത് ചെയ്യും? മാറ്റിക്കൊടുക്കും. കാരണം മൃതദേഹം എന്ത് ചെയ്യണം? ആദരിക്കപ്പെടണം. നമ്മുടെ ആരുമാകട്ടെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള പേടകം പോകുമ്പോൾ ഒരുമാതിരിപ്പെട്ടവരൊക്കെ ശകലെങ്കിലും ബോധമുള്ളവർ ഇരിക്കുകയാണെങ്കിൽ എന്തു ചെയ്യും? എന്തിനാ? മൃതദേഹത്തോട് ആദരവ്. മരിച്ചാൽ പിന്നെ ആദരവാണ്. മൃതദേഹത്തോട് അനാദരവ് കാണിക്കരുത്. പക്ഷെ ഇവിടെ ആ റാലിയെ തടഞ്ഞു ഒരാൾ. ആരാ? കാരണം ഇനി അവിടെ ലോകം ചെറുതാക്കാൻ കൊണ്ടുപോകുന്ന റാലിയത്. ആ റാലിയെ ദൈവം തടഞ്ഞു. മഞ്ചത്തെ തൊട്ടു, പറഞ്ഞു. എന്താ പറഞ്ഞത്? ബാല്യക്കാരാ എഴുന്നേക്കാൻ പറഞ്ഞു. അവൻ എഴുന്നേറ്റിരുന്ന് എന്ത് ചെയ്തു? സംസാരിക്കാൻ തുടങ്ങി. അവൻ്റെ അമ്മയ്ക്ക് അവനെ ഏൽപ്പിച്ചു കൊടുത്തു. ഇന്നും എൻ്റെ കർത്താവിൻ്റെ പ്രത്യേകതയുണ്ട്. ഈ അമ്മയുടെ ലോകം ചെറുതായതുകൊണ്ട് അമ്മ
കുഞ്ഞിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ആയതുകൊണ്ട്, അവൾ വിധവയും കൂടെ ആയിരുന്നുകൊണ്ട് അവിടെ കുഞ്ഞിനെ ദൈവം എഴുന്നേൽപ്പിച്ചു. ഒരു കാര്യം ഓർത്തോണേ, എത്ര മരിച്ചു എന്ന് ചിന്തിക്കുന്ന ബാല്യക്കാരെയും അമ്മയ്ക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. എത്ര മരിച്ചു എന്ന് ചിന്തിക്കുന്ന കുഞ്ഞിനെയും തൊട്ട് എഴുന്നേൽപ്പിക്കും. വിളിക്കാതെ വന്നു, എൻകൗണ്ടർ ചെയ്തു, എന്നിട്ട് പറഞ്ഞു, എഴുന്നേക്കാൻ പറഞ്ഞു. എല്ലാവർക്കും എന്തു ചെയ്തു? ഭയം പിടിച്ചു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ പ്രൊസഷൻ അതിനെ തടഞ്ഞ് ഇനിയും നിൻ്റെ ലോകം ചെറുതാകാതെ അതിനെ വിശാലപ്പെടുത്താൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. ദൈവം പറഞ്ഞു, ബാല്യക്കാര എന്ത് ചെയ്യുക? എഴുന്നേൽക്കുക. യങ് മാൻ എറൈസ്, യങ് മാൻ എറൈസ്. ബാല്യക്കാര എഴുന്നേൽക്കുക. എല്ലാവരും പറഞ്ഞേ, ബാല്യക്കാര. ഞാൻ ആഗ്രഹിക്കുന്നൊരു കാര്യമുണ്ട്. ഇന്ന് ഒത്തിരി കുഞ്ഞുങ്ങൾ മഞ്ചത്തേല, പല മഞ്ചങ്ങളാണ് കുഞ്ഞുങ്ങളുടെ മഞ്ചങ്ങൾ. രാത്രി പല കുഞ്ഞുങ്ങൾക്കും എന്തില്ല? ഉറക്കമില്ല. വലിയ സങ്കടമാണ്. ഈ രാത്രി ഉറങ്ങാതിരിക്കുന്നത് ഭയങ്കര. പിന്നെ മൈഗ്രെയിൻ ഉണ്ടാവും. നമ്മൾ ഡ്യൂട്ടി ചെയ്യുന്നവരല്ല ഉറങ്ങാം. പിന്നെ ഉച്ചയ്ക്ക് എഴുന്നേക്കത്തേ ഉള്ളൂ. ഉച്ചയ്ക്ക് എഴുന്നേക്കുന്ന അപകടമാണ്. രാവിലത്തെ വെയിൽ കിട്ടത്തില്ല, ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല. അങ്ങനെ വരുമ്പോഴത്തേന് ഈ കുഞ്ഞുങ്ങളുടെ മൊത്തം ടോട്ടൽ സിസ്റ്റം മാറുകയും. കാരണം കർത്താവ് തന്നെ പ്രപഞ്ചം സൃഷ്ടിച്ചപ്പോൾ പകൽ വാഴുവാൻ ശക്തി കൂടിയ വെളിച്ചത്തെയും രാത്രി വാഴുവാൻ രാത്രി ഊർജം വേണ്ട, ഉറങ്ങാനാണ്. പകലിന് സൗരോർജ്ജമുണ്ട്, സൺ എനർജി. അതൊരു എനർജിയാണ്. അതിൽ നിന്നാണ് നമുക്ക് വൈറ്റമിൻ D3 ഒക്കെ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് രാവിലെ എഴുന്നേക്കണം എന്നുള്ളതൊരു മസ്റ്റാണ്. കഴിക്കണം, ആരോഗ്യം ഉണ്ടാകണം, മനുഷ്യരോട് സംസാരിക്കണം. പക്ഷെ രാത്രി മുഴുവൻ ഇരിക്കുക, മരിച്ചു കിടക്കുക. എവിടാ? സോഷ്യൽ മീഡിയ ഇല്ല. അമ്മ വന്ന് കെഞ്ചുന്നു, മോനെ ഇനിയെങ്കിലും എന്തു ചെയ്യും? ഉറങ്ങ. പിടിച്ചു മേടിക്കാൻ പേടിയാ. പിടിച്ചു മേടിച്ചാൽ എന്തോ ഉണ്ടാവും? വയലൻ്റാകും, എറിയും, തകർക്കും, പിന്നെ ഭ്രാന്ത് കാണിക്കും. അതുകൊണ്ട് മിണ്ടുന്നില്ല. പക്ഷെ ഞാനൊരു ദർശനം കണ്ടു. വീട്ടിൽ രാത്രി അമ്മ വന്നപ്പം കുഞ്ഞ് ഉറങ്ങിയിട്ടില്ല, അരണ്ട വെളിച്ചം. സങ്കടം സഹിക്കാൻ വയ്യ. ഇനിയും അവൻ കിടന്നില്ലേ? ഞാൻ കാണുന്ന ദർശനത്തിൽ കണ്ടത്, അമ്മ എന്ന് നോക്കുമ്പം അവൻ സോഷ്യൽ മീഡിയയുടെ മുമ്പിലല്ല, വേദപുസ്തകം തുറന്നു വെച്ച് ബെഡേ വെച്ചേക്കുക, മുട്ടുകുത്തി പ്രാർത്ഥിക്കുക, കണ്ണിന് തുള്ളി ബൈബിളെ വീഴുന്നുണ്ട്. ഞാൻ കണ്ടൊരു ദർശന. ഒരു കാര്യം ഉറപ്പാ, അത് സംഭവിക്കും. യങ് മാൻ എറൈസ്. ഒരു തലമുറ എഴുന്നേക്കും. അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കും. കർത്താവ് ഇടപെടും. ഇനിയും നിന്റെ ലോകം ചെറുതാകാൻ അനുവദിക്കാത്ത ഒരു ദൈവം, അവൻ്റെ ഒരു വാക്ക് മതി. യങ് മാൻ എറൈസ്. കരമടിച്ച് സ്തുതിച്ച എല്ലാവരും യങ് മാൻ എറൈസ്. ബാല്യക്കാരാ എഴുന്നേൽക്കുക, ബാല്യക്കാരാ എഴുന്നേൽക്കുക. റഗന റിബന ഹദന റിഗന റബന ഹദന റിഗന റബന ഹദന റിഗന രഗന രഗന രഗന. യങ് മാൻ എറൈസ്. അവരുടെ ലോകം ഇനിയും ചെറുതാകാൻ അനുവദിക്കാത്ത ഒരു ദൈവം. ലോകം ചുരുക്കാനാ പിശാച് നോക്കുന്ന, അറക്കാനും മുട്ടിക്കാനും മോഷ്ടിക്കാനും. എന്നാൽ എൻ്റെ യേശു വന്നതോ ജീവൻ തരാനും സമർത്ഥിയായി. ഇവിടെ ചെറുപ്പക്കാരനാണ്, ബാല്യക്കാരനാണ്, യങ് മാനാണ്. അപ്പോൾ അവൻ്റെ പ്രായം ഇച്ചിരി മുമ്പോട്ട് പോയി കാണും. പക്ഷെ മറ്റൊരു പെൺകുട്ടിയുടെ ചരിത്രം വേദപുസ്തകത്തിലുണ്ട്. യായിറോസിൻ്റെ മകളാ. എത്ര വയസ്സുണ്ട്? 12 വയസ്സുണ്ട്. കർത്താവ് അവിടെ വന്നിട്ട് ഒരു വാക്ക് പറഞ്ഞു. എന്താ? തലീഥ കോമി. ബാലേ എഴുന്നേൽക്കുക. ദൈവത്തിൻ്റെ ഒരു വാക്ക് മതി. ബാലേ എഴുന്നേൽക്കുക. തലീഥ കോമി. മറ്റൊരു ബാല്യക്കാരൻ വന്നു. അവൻ ബദിരനും മൂകനുമാണ്. ദൈവം അവൻ്റെ ചെവിയിൽ വിരലിട്ടിട്ട് ആകാശത്തേക്ക് നോക്കി നെടുവീർപ്പിട്ട് പറഞ്ഞു, യഫദ, തുറന്നു വരിക. ദൈവത്തിൻ്റെ ഒരു വാക്കിൻ്റെ മുമ്പിൽ അത്ഭുതങ്ങൾ നടക്കും. ഈ രാത്രി നമ്മൾ ചെയിൻ ഫാസ്റ്റിംഗ് ആണ്, പ്രാർത്ഥിക്കുകയാണ്. എന്താണ്? ബാല്യക്കാർ എഴുന്നേൽക്കണം, ബാല്യക്കാർ എഴുന്നേൽക്കണം. എല്ലാവരും 3-4 പേരോട് പറഞ്ഞേ, ബാല്യക്കാര എഴുന്നേൽക്കുക, ബാല്യക്കാര എഴുന്നേൽക്കുക, ബാല്യക്കാര എഴുന്നേൽക്കുക. മഞ്ചത്തേലാണ്. മറക്കരുത്, ശതാധിപൻ്റെ ചെറിയ കുറേ കാര്യങ്ങൾ. അവൻ ആരായിരുന്നു? യോഗ്യനായിട്ട്. 2, അവൻ്റെ ജനത്തോട്. 3, ജനത്തിൻ്റെ പ്രശ്നങ്ങളിൽ ഇടപെട്ടു. 4, അവൻ തനിക്ക് തന്നെ തോന്നി ഞാൻ ആരല്ലെന്ന്, യോഗ്യനല്ലെന്ന്. അവൻ എന്തിന് കീഴ്പ്പെട്ടു?
അധികാരത്തിന് കീഴ്പ്പെട്ടു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അവൻ്റെ കീഴിലുള്ളവനോട് പറഞ്ഞു, നീ എനിക്ക് ആരല്ല, ഒരു ഭാരമല്ല. നീ എനിക്ക് ആരല്ല, ഒരു ഭാരമല്ല. അവൻ്റെ വീട്ടിൽ ഒരു വാക്ക് പോലും പറയാതെ അത്ഭുതം നടന്നു. അവൻ്റെ വീട്ടിലൊരു വാക്ക് പറയാതെ അത്ഭുതം നടന്നു. ശതാധിപൻ ആളെ വിട്ട് ക്ഷണിപ്പിക്കുക, പക്ഷെ വിധവ ആളെ വിട്ട് ക്ഷണിപ്പിച്ചില്ല. അവക്ക് വേണ്ടി ആര് പോകാനാ? മഞ്ചൻ ചുമന്നുകൊണ്ട് വരിക. ഇനി അവൾക്ക് ആരുമില്ല ഈ ലോകത്ത്, അവൾ മാത്രം. കരയാൻ പോലും അവൾക്ക് ശക്തിയുണ്ടോ? കരഞ്ഞ് കരഞ്ഞ് ഭർത്താവ് മരിച്ചു. പിന്നെ ഈ കുഞ്ഞ് മാത്രം അവിടെ ലോകമായി. അമ്മയും കുഞ്ഞും മാത്രം. ആ ലോകത്തുനിന്ന് പിന്നെ കുഞ്ഞൂടെ പോയാൽ പിന്നെ അവൾ മാത്രം. ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടുകില്ലെന്നരുളിയ കരുണാനിധേ, ഞാൻ നിന്നെ ഒരു നാൾ അനാഥനായി വിടുകില്ലെന്നരുളിയ കരുണാനിധേ, എൻ കാരം പീഡിച്ചാനുദീന മരുഭൂവിൽ നടത്താമൻ ഉരച്ചവനൊരു നാളും മറക്കുകയില്ല. എൻ കാരം പീഡിച്ചാനുദീന മരുഭൂവിൽ നടത്താമൻ ഉരച്ചവനൊരു നാളും. ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടുകില്ലെന്നരുളിയ കരുണാനിധേ, ഞാൻ നിന്നെ ഒരു നാൾ അനാഥനായി വിടുകില്ലെന്ന്. എൻ കാരം പീഡിച്ചാനുദീനം മരുഭൂവിൽ നടത്താമൻ ഉരച്ചവനൊരു നാൾ. എൻ കാരം പീഡിച്ചാനുദീനം മരുഭൂവിൽ ഒരു നാളും ഇല്ല. പ്രതികൂലമായിടുന്ന കൊടുങ്കാറ്റുകൾ ശക്തിയായ നേരെ ആടി ഉയർന്നിടുമ്പോ, പ്രതികൂലമായിടുന്ന കൊടുങ്കാറ്റുകൾ ശക്തിയായ നേരെ ആടി ഉയർന്നിടുമ്പോ, മറച്ചു കൊള്ളേണമേ നീ ചിറകിൻ കീഴാനുദീന, മറച്ചു കൊള്ളേണമേ നീ ചിറകിൻ വഹിച്ചു കൊള്ളുമല്ലോ നിൻ തിരുക്കരത്താ. ഓ വഹിച്ചു കൊള്ളുമല്ലോ നിൻ തിരുക്കരത്താ. ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടുകില്ലെന്നരുളിയ കരുണാനിധേ, ഞാൻ നിന്നെ ഒരു നാൾ അനാഥനായി വിടുകില്ലെന്നരുളിയ കരുണാനിധേ, എൻ കാര്യം പീഡിച്ചാനുദീനം മരുഭൂവിൽ നടത്താമൻ ഉരച്ചവനൊരു നാളും മറക്കുകയില്ല. എൻ കാര്യം പീഡിച്ചാനുദീനം മരുഭൂവിൽ നടത്താമൻ ഉരച്ചവനൊരു നാളും മറക്കുകയില്ല. ഭക്ഷണപാനീയമില്ലാതലഞ്ഞിടുമ്പോ ശക്തിമാന്മാരുടെ നല്ല ഭോജനമേകും. ഭക്ഷണപാനീയമില്ലാതലഞ്ഞിടുമ്പോ ശക്തിമാന്മാരുടെ നല്ല ഭോജനമേകും. അവൻ തൃക്കൈയൊന്നു തുറക്കും
തുറക്കുമ്പോൾ സർവജീവജാലങ്ങൾക്ക് തൃക്കൈയൊന്നു തുറക്കുമ്പോൾ സർവജീവജാലങ്ങൾക്കും തൃപ്തി വരുത്തുന്ന പാലകനല്ലോ. ഓ തൃപ്തി വരുത്തുന്ന പാലകനല്ലോ.